24ാമത്തെ വാക്യം. उसका 24वां पद. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. हम लोग सब लोग वो वचन को जानते हैं. Matthew chapter 16 verse 24. मत्ती रचित सुसमाचार 16 अध्याय 24वां पद. ഇവിടെ വായിക്കുന്നു, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. तब यीशु ने अपने चेलों से कहा, यदि कोई मेरे पीछे आना चाहे तो अपने आप का इनकार करे और अपना क्रूस उठाए और मेरे पीछे हो ले. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമുള്ള ഒരു വാക്യമാണ് ഈ വാക്യം. ये वचन हम लोग सब लोग जानते हैं. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, यहाँ पे हमारे परमेश्वर यीशु मसीह जो है अपने शिष्यगण से कहते हैं, നിങ്ങൾ എന്റെ പിന്നാലെ വരണം, आप लोग मेरे पीछे आना എന്നെ അനുഗമിക്കണം. और मेरे पीछे हो लेना है. ആമേൻ. എങ്ങനെ അനുഗമിക്കണം? और किस प्रकार पीछे जाना है? തന്നെത്താൻ ത്യജിച്ച് अपने आप को इनकार करके ക്രൂശ് എടുത്തും കൊണ്ട് अपना क्रूस उठाए എന്റെ പിന്നാലെ വരണം. और मेरे पीछे हो लेना. സത്യത്തിൽ യേശു പറഞ്ഞ ഈ ഒരു വാക്യത്തിനകത്ത് അല്ലെങ്കിൽ വാക്കിനകത്ത് 3 കാര്യങ്ങളുണ്ട്. सचमुच देखे जाने में इस परमेश्वर ने दिया हुआ वचन के अंदर 3 बातें हम देख सकते हैं. ഒന്ന്, യേശുവിന് വേണ്ടത് ഇമിറ്റേറ്റേഴ്സിനെ അല്ല, ആമേൻ, അനുകരിക്കുന്നവരെ അല്ല, അനുഗമിക്കുന്നവരെയാണ്. कि पहली बात ये है कि यीशु मसीह ऐसे कोई नहीं चाहता जो लोग परमेश्वर को जानकर या फिर परमेश्वर को एग्जाम्पल उसके हिसाब से कॉपी करे, बल्कि परमेश्वर चाहता है कि परमेश्वर को चक्कर उनके पीछे हो ले. നമുക്കറിയാം ഇന്ന് ഒട്ടനവധി ഇമിറ്റേറ്റേഴ്സ് ഉണ്ട്. हम जानते हैं अभी के जमाने में बहुत सारे हैं कि किसी और की तरह बनना चाहते हैं. അഭിനയിക്കുന്നവരുണ്ട്. बहुत ऐसे नाटक करने वाले. ഈ അഭിനയം എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ ആ വ്യക്തിയെ പോലെ ആകുവാനായിട്ട് ശ്രമിക്കുകയാണ്. वो नाटक जो मैं कह रहा हूँ उसका ये मतलब में है कि एक व्यक्ति दूसरा एक व्यक्ति के समान बनने की कोशिश करते हैं. യേശു പറയുന്നത് നിങ്ങൾ എന്നെ അനുകരിക്കണമെന്നല്ല. यीशु मसीह ऐसा नहीं कहता कि तुम लोग मैं जो कहता उस प्रकार से बन जाओ. പക്ഷെ യേശു പറയുന്നത് നിങ്ങൾ എന്നെ അനുഗമിക്കണമെന്നാണ്. बल्कि यीशु मसीह कहता है कि तुम लोग मेरे पीछे हो लो. ഞാൻ അടുത്തൊരു വാക്കും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. मैं दूसरा पद को जब बोलूंगा आपको समझ में आ जाएगा. യേശുവിന് വേണ്ടത് ഫോളോവേഴ്സിനെ അല്ല, യേശുവിന് വേണ്ടത് ഡിസൈപ്പിൾസിനെയാണ്. ये ऐसा है कि यीशु मसीह को ये नहीं चाहता है कि मेरे पीछे कई लोग आ जाए. यीशु मसीह शिष्यगण को चाहते हैं. രാഷ്ട്രീയ പാർട്ടികൾക്കും മത നേതാക്കന്മാർക്കും ആമേൻ നേതാക്കന്മാർക്കൊക്കെ വേണ്ടത് ഫോളോവേഴ്സിനെയാണ്. പക്ഷെ യേശുവിന് വേണ്ടത് ഫോളോവേഴ്സ് അല്ല, ഡിസൈപ്പിൾസ് ആണ്. कि हम लोग जब इस दुनिया में देखते हैं, राष्ट्रीय तर्क में देख ले या फिर धर्म के नेता लोग को देख ले, कोई भी नेता क्यों ना हो, वो लोग चाहते हैं कि उनके पीछे चलने के लिए अनेक लोग होना चाहिए. बल्कि यीशु मसीह ऐसा नहीं चाहता. यीशु मसीह शिष्यगण को चाहता है. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരും ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. आज रात को कितने शिष्यगण हैं, जरा हाथों को उठाकर प्रभु को स्तुति करें. ആമേൻ. ന്യൂ ഇന്ത്യ ചർച്ചിൽ ആമേൻ ഫോളോവേഴ്സ് ഇല്ല, നമ്മൾ ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് അല്ല, നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്. ആമേൻ. हमारे वापी कलीसिया न्यू इंडिया में जो है कोई भी यीशु मसीह के जो है पीछे पीछे केवल चलने वाले नहीं, बल्कि यीशु मसीह के शिष्यगण हैं. നമുക്കറിയാം യേശുവിന്റെ പുറകെ നടന്ന ഒട്ടനവധി പേരുണ്ടായിരുന്നു. ഭൂരിപക്ഷം പുരുഷാരമായിരുന്നു. ആമേൻ. ആയിരങ്ങൾ 10,000 യേശുവിന്റെ പുറകെ ഉണ്ടായിരുന്നു. हम जानते हैं कि यीशु मसीह के पीछे चलने के लिए बहुत सारे लोग थे, बहुत बड़ी झुंड थी. എന്നാൽ യേശുവിന്റെ അവസാനത്തെ സമയങ്ങളിൽ ഒറ്റ ഫോളോവേഴ്സും ഇല്ലായിരുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ അവസാന മണിക്കൂറുകളിൽ ആരായിരുന്നു യേശുവിന്റെ കൂടെ? യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. लेकिन प्यारो, जब यीशु मसीह के वो अंतिम समय पे हम देखते हैं, सीखते समय मालूम पड़ता है कि यीशु मसीह के पीछे जो लोग चलते थे वो लोग वहां पे उपलब्ध नहीं थे, बल्कि यीशु मसीह के शिष्यगण ही वहां पे थे. ഇനി അടുത്തൊരു ദൂത് കൂടെ ഞാൻ പറയട്ടെ. ആമേൻ. യേശു കർത്താവ് മഹാനിയോഗത്തെ കൈമാറിയത്, ഗ്രേറ്റ് കമ്മീഷൻ കൈമാറിയത് പുറകെ വന്ന പുരുഷാരത്തിനല്ല, പിന്നെയോ യേശുവിന്റെ ശിഷ്യന്മാർക്കാണ് യേശു മഹാനിയോഗത്തെ കൈമാറിയത്. दूसरी एक और बात मैं आपको बताऊं प्यारो, यीशु मसीह ने जो लोग वो स्वर्गारोहण जाने से पहले उन्होंने जो सेवकाई जो सौंपा था, वो यीशु मसीह के पीछे आए हुए लोगों को नहीं, बल्कि यीशु मसीह के शिष्यगण को सौंपा था. ഇന്ന് രാത്രിയിൽ
എല്ലാ ആഴ്ച നടക്കുന്ന മീറ്റിംഗ് ആണല്ലോ, ഒന്ന് കൂടിക്കളയാമെന്ന് വിചാരിച്ച് ആമേൻ അനുയായികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയാണ്, യേശുവിനെ അനുഗമിക്കുന്നത് നിർത്തിയിട്ട്, അനുയായി ആകുന്ന നിർത്തിയിട്ട് യേശുവിന്റെ ശിഷ്യനാകുവാൻ ഇന്ന് രാത്രിയിൽ ജീവിതത്തെ സമർപ്പിക്കുക. आज रात को कोई ऐसा जुड़ा है कि हर दिन जुड़ना है, या फिर ऐसा बोला गया है इसके लिए जुड़ना है, बोल के जुड़े कोई है तो मुझे सुन लो प्यारो, यीशु मसीह के पीछे केवल चलने वाले ना बनो, बल्कि यीशु मसीह के शिष्य बने. ആമേൻ. നിങ്ങൾക്കുള്ളതല്ല, അനുയായികൾക്കുള്ളതല്ല ഗ്രേറ്റ് കമ്മീഷൻ, അനുയായികൾക്കുള്ളതല്ല ദൂത്. യേശു പറഞ്ഞ നിങ്ങൾ പുറപ്പെടുക, ആമേൻ, നിങ്ങൾ ആമേൻ വിടുവിക്കുക, ആമേൻ ശിഷ്യനാക്കിക്കൊള്ളുക, ആമേൻ വിഷമുള്ളത് നിങ്ങളെ കടിച്ചാൽ നിങ്ങൾ കേൾക്കയില്ല. ഈ ദൂതൊന്നും അനുയായികൾക്കുള്ളതല്ല, शिष्यन्मार्कुള്ളതാണ്. प्यारो, यीशु मसीह का जो वाचाएं है कि तुम लोग जाओ, तुम लोग हर एक दुनिया के कोने में जाके बांटो, लोगों को छुड़ाओ, क्योंकि जो यीशु मसीह कहता है, जो वचनों यीशु मसीह देता है कि तुम्हारे लोग को कोई भी विष भी दे तुम्हारे जीवन में हानि नहीं होगा, ये सारे परमेश्वर के जो वचन है वो यीशु मसीह के पीछे केवल चलने वाले के नहीं, बल्कि यीशु मसीह के शिष्यगण के लिए है. हालेलूया. പക്ഷേ ശിഷ്യനാകണമെങ്കിൽ യേശു കർത്താവ് രണ്ട് വ്യവസ്ഥകൾ പറയുന്നുണ്ട്. लेकिन शिष्य बनने के लिए यीशु मसीह दो बातें को बताता है. ഒന്നാമത് യേശു പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കണം. पहली बात यह है कि परमेश्वर कहता है कि अपने आप को इनकार करे. Deny yourself. इनकार करे. हालेलूया. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം, मतलब अपने आप का हमारा जो स्वभाव है, നമ്മുടെ ആളത്വം, हम लोग जो प्रकार जिस प्रकार से रहते हैं वो, നമ്മുടെ പേഴ്സണാലിറ്റി, ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം, मैं करके जो व्यक्ति है उस एक व्यक्ति को അതിനെ ലീവ് ചെയ്യണം, അതിനെ വിടണം. उसको आपको त्याग देना है, छोड़ देना है. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാചകമാണ്. और गहराई से बताना नहीं चाहते कि आप लोग सब लोग इसको बार-बार सुना ही है. അടുത്ത പദം ശ്രദ്ധിക്കുക. दूसरी बात को ध्यान से जानिए. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നാലെ വരണം. फिर यीशु मसीह ने कहा कि तुम लोग मेरे पीछे हो लो. എങ്ങനെ വരണം? ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. किस प्रकार पीछे चलना है? यीशु मसीह के अपना क्रूश उठाए. ഇന്ന് രാത്രിയിലെ എന്റെ പ്രസംഗ വിഷയം ഇതാണ്, ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ചെല്ലണം. आज रात का मेरे प्रचार का शीर्षक यही है कि क्रूस उठाकर यीशु मसीह के पीछे जाना. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, എങ്ങനെ പോകണം, എങ്ങനെ പോകണം, എന്തെടുത്തുകൊണ്ട് പോകണം? ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകണം. सब लोग जरा बोलिए, किस प्रकार चलना है यीशु के पीछे? यीशु के पीछे क्रूस उठा के चलना. ഇനി എങ്ങനെ പോകണം? ക്രൂശ് എടുത്തുകൊണ്ടാണെന്ന് മനസ്സിലായി, പക്ഷേ എങ്ങനെ പോകണം? देखो, हमें ये मालूम पड़ा कि क्रूस उठा के चलना है, लेकिन किस प्रकार के चलना है? യേശുവിന്റെ മുമ്പിൽ കയറി പോകരുത്, യേശുവിന്റെ പിന്നാലെ പോകണം. यीशु मसीह के आगे आगे नहीं चलना, बल्कि यीशु मसीह के पीछे हो लेना है. എന്നെ കാണുന്നവർ എല്ലാവരും പറഞ്ഞേ, എങ്ങനെ പോകണം? ക്രൂശ് എടുക്കണം, രണ്ട് യേശുവിന്റെ പിന്നാലെ പോകണം. देखने वाले सारे लोग जरा बताइए, किस प्रकार चलना है? क्रूश उठाना है और उस क्रूश को उठाकर यीशु के पीछे चलना है. വേഗത്തിൽ നമുക്കൊരു വാക്യം के लिए लूका रचित सुसमाचार 23वां अध्याय 26वां पद. ആമേൻ. ലൂക്കോസ് 23:26 लूका रचित सुसमाचार 23 उसका 26वां पद. ഇവിടെ വായിക്കുന്നു, हम यहाँ पे पढ़ेंगे. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. वहां पे इस प्रकार लिखा है, लूका रचित सुसमाचार 23वां अध्याय 26वां पद. जब वे उसे लिए जा रहे थे तो उन्होंने शमौन नामक एक कुरेनी को जो गांव से आ रहा था पकड़कर उस पर क्रूस लाद दिया कि उसे यीशु के पीछे पीछे ले चले. നിങ്ങൾ അവസാനത്തെ ഭാഗം കണ്ടോ? ആമേൻ. ശീമോനെ കുറിച്ച് പറയുന്ന അവസാനത്തെ ഭാഗം ശ്രദ്ധിച്ചോ? आपने क्या उसके आखिरी भाग को देखा जो शिमोन के बारे में कहा जाता है? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, वहां पे इस प्रकार लिखा है അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു. कि उन लोगों ने पकड़कर क्रूस लाद दिया. അപ്പൊ എല്ലാവരും പറഞ്ഞേ, ശീമോന്റെ കയ്യിൽ എന്തുണ്ട്? ഇപ്പം अब सब लोग बताइए, शिमोन के हाथ में क्या है? ശീമോന്റെ കയ്യിൽ എന്തുണ്ട്? शिमोन के हाथ में क्या है? ആമേൻ. ക്രൂശ് ചുമപ്പിച്ചു. അപ്പൊ ശീമോന്റെ കയ്യിൽ എന്തുണ്ട്? क्रूस उससे पकड़वाया, मतलब उसके हाथ में क्या है? अभी ക്രൂശ് ഉണ്ട്. क्रूस है. ഹല്ലേലൂയ. हालेलुया. ആമേൻ. ക്രൂശ് ഉണ്ട്.
हालेलुया, क्रूस है। ഇനി അടുത്ത ശ്രദ്ധിക്കണേ, अभी आगे देखना, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. और वहां पे इस प्रकार लिखा है कि उसे यीशु के पीछे पीछे ले चले। എനിക്ക് വളരെ വളരെ അത്ഭുതകരമായി തോന്നി ആ വാചകം. मुझे वो बहुत अद्भुत लगा वो वचन। നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വാക്യത്തിനകത്തെ ഒരു അത്ഭുതം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. मुझे नहीं पता कितने लोगों को वचन के अंदर अद्भुत बातें लगती है। യേശു പറഞ്ഞത് എന്താ? यीशु ने क्या कहा? നിങ്ങൾ ക്രൂശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക. कि तुम लोग क्रूस को उठाकर मेरे पीछे चलो। ഇവിടെ ശീമോൻ എങ്ങനെയാ പോയത്? यहाँ पे शिमोन कैसे गया? ക്രൂശ് ചുമന്നുകൊണ്ട് क्रूस को उठाकर യേശുവിന്റെ പിന്നാലെ പോകുകയാണ്. वो यीशु मसीह के पीछे चलता है। ദൂത് മനസ്സിലാക്കിയവരൊന്ന് കരങ്ങളെ ഉയർത്തി കർത്താവ് ഒരു സ്തോത്രം ये പറയണം. वचन को समझ में आया, जरा हाथों को उठाकर प्रभु को धन्यवाद करे। ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, मैं आप लोग को पूछूं, ഇപ്പൊ എന്റെ മുമ്പില് രാജു ബ്രദർ ഉണ്ട്. मेरे स्क्रीन के सामने मैं राजू भाई को देख सकता हूँ। രാജു ഭായിയോട് ഞാൻ ചോദിക്കുകയാണ്, मैं अगर राजू भाई से पूछता हूँ, സത്യത്തിൽ മുമ്പിൽ നടക്കേണ്ടത് ആരാ? യേശുവാണോ ഷീമോനാണോ? सचमुच देखे जाए तो आगे कौन चलना है, यीशु चलना है या शिमोन चलना है? നമുക്കറിയാം ഷീമോനെ ക്രൂശ് ചുമപ്പിച്ചത് യേശുവിന് ക്രൂശ് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പലതവണ യേശു വീണത് കൊണ്ടാണ്. हम जानते हैं कि शिमोन से क्रूस उठाया क्योंकि यीशु मसीह थक गया, बार बार नीचे गिरा, भी उनसे नहीं चला जाता था, इस कारण। അതുകൊണ്ടാണ് ശതാധിപൻ കുറേനക്കാരനായ ഷീമോനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചത്. उसी कारण से वो सूबेदार ने जो है कुरेनी शिमोन के हाथ से वो क्रूस को उठाया। അപ്പൊ യേശു നടക്കുവാണെങ്കിൽ യേശു ഇങ്ങനെ പയ്യെ പയ്യെ പെതുക്കെ പെതുക്കെ സ്റ്റെപ്പ് വെച്ചായിരിക്കും നടക്കുന്നത്. तो अगर यीशु चल रहा है उस समय, उसका मतलब यह है कि यीशु मसीह धीरे धीरे एक एक कदम को रखते रखते जाता है, കാരണം യേശു തകർക്കപ്പെട്ടവനായിരിക്കുക. क्योंकि यीशु मसीह बहुत टूटा हुआ अवस्था में है। അങ്ങനെയാണെങ്കിൽ ആദ്യം മുമ്പിൽ പോകേണ്ടിയിരുന്നത് ഷീമോനല്ലേ? तो उसका मतलब उस अवस्था में कौन आगे चलना चाहिए? शिमोन चलना चाहिए ना। എന്നാൽ പ്രിയമുള്ളവരെ, लेकिन मेरे प्यारो, ഇതാ ഷീമോൻ യേശുവിന്റെ പിന്നാലെ നടന്നു പോകുകയാണ്. यहाँ पे शिमोन यीशु मसीह के पीछे पीछे चलता है। ഒരു ആത്മീയ ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. आपको मैं आत्मिक वचन को बांटूं, നമ്മൾ അവന്റെ ശിഷ്യന്മാരാണെങ്കിൽ अगर हम उनके शिष्यगण हैं तो we are to follow the ways of Jesus. हमें मसीह के पीछे पीछे उनके मार्ग में चलना है। നമ്മൾ യേശുവിന്റെ മുമ്പിൽ കയറി പോകാൻ വിളിക്കപ്പെട്ടവരല്ല, ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. സന്തോഷത്തോടെ ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. हम लोग को यीशु मसीह के आगे चलने के लिए नहीं, बल्कि यीशु मसीह के पीछे चलने के लिए बुलाए गए। हाथों को उठाकर धन्यवाद करें। ഹല്ലേലൂയ. നോക്കിക്കേ, യേശു ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ പെയ്യെ പെയ്യെ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ പോകുകയാണ്. जरा देखिए, यीशु मसीह धीरे धीरे करके आगे बढ़ते जा रहा है। ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ ഈ ഭാരമേറിയ ക്രൂശ് ചുമന്നുകൊണ്ട് ഷീമോൻ പിറുപിറുക്കാതെ ഇങ്ങനെ യേശുവിന്റെ പിന്നാലെ പോകുകയാണ്. ये भारी से बना हुआ ये क्रूस को उठाते हुए शिमोन जो है चुपचाप आगे बढ़ता है। ആമേൻ. ഈ ഷീമോനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ये शिमोन के बारे में मुझे 2-3 बातें को बताना है। ഈ ഷീമോനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഇദ്ദേഹം കുറേന എന്ന് പറയുന്ന സ്ഥലത്തുള്ള വ്യക്തിയാണ്. ये शिमोन के बारे में हम देखते हैं कि वो कुरेना नामक एक जगह से है। ഇനി കുറേന എന്ന് പറഞ്ഞ എവിടെയാണെന്ന് അറിയാമോ? अभी क्या आप लोग जानते हैं कुरेना कहाँ पे है? ഹല്ലേലൂയ. ലിബിയ, ഇന്നത്തെ ലിബിയ എന്നറിയപ്പെടുന്ന നോർത്ത് ആഫ്രിക്കയിൽ ഉള്ള ഒരു പട്ടണമാണ്, ഒരു ദേശമാണ് ഈ കുറേന എന്ന് പറയുന്ന സ്ഥലം. ये जो जगह जो है उत्तर अफ्रीका राज्य जो है, उधर का लिबिया नामक एक जगह है। अभी ये कुरेना जो बाइबल में लिखा कुरेना जगह है, अभी के समय में लिबिया करके जाना जाता है। ആമേൻ. ഇദ്ദേഹം ഇപ്പോൾ യെരൂശലേമിൽ പെസഹ പെരുന്നാൾ ആചരിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. अभी ये जो व्यक्ति है यरूशलेम में आया है पसहा में भागीदार होने। ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? क्या आप लोग को समझ में आ रहा है? എന്തിനാ യെരൂശലേമിൽ വന്നിരിക്കുന്നത്? क्यों वो यरूशलेम में आया? പെസഹയ്ക്ക് പങ്കെടുക്കുവാൻ വന്നിരിക്കുക. वो जो है पसहा में भागीदार बनने के लिए आया। ഇദ്ദേഹം പരദേശിയായ ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കാം. हम देख सकते हैं कि ये जो व्यक्ति है वो यहूदी है, लेकिन परदेशी यहूदी है। ഇദ്ദേഹത്തെ നമ്മൾ ഇവിടെ കാണുന്നു, പിന്നെ എങ്ങും കാണുന്നില്ല. हम उनको यहाँ पे देखते हैं और कोई जगह पे नहीं देखते। പക്ഷേ വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കുറേനക്കാരനായ ഷീമോന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ്. लेकिन हम लोग जब वचनों को पढ़ते समय वचन के पंडित लोग ऐसा कहते हैं कि प्रेरितों का कृत्य 2 अध्याय में पढ़ते समय कि वहां पे कुरेना शिमोन था। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. हम लोग जानते हैं प्रेरितों का कृत्य 2 अध्याय का महत्व क्या है। ആമേൻ. പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ കാണുകയാണ് നമ്മൾ. वहां पे
पवित्र आत्मा का प्रकटीकरण होता है। അവിടെ 10ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. वहां का दूसरा अध्याय प्रेरितों का कृत्य दूसरा अध्याय का 10वां पद में इस प्रकार लिखा है, എല്ലാവരും ഇങ്ങനെ അന്യന്യ ഭാഷകളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ सब लोग जब अन्य भाषा में आराधना करते हैं, ജാതികളിൽ നിന്ന് പലരും കൂടുവാനിടയായി. अन्य जाति में से बहुत लोग आए, അവിടെ ഇങ്ങനെ പറയുന്നു, वो लोग इस प्रकार कहते हैं, കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലുമുള്ളവർ അവർ പറയാണ്, ഇവർ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നുവല്ലോ. वहां पे 10वां पद में इस प्रकार लिखा है कि लिबिया देश जो कुरेने के आसपास है, इन सब देशों के रहने वाले भी हमारे भाषा कहते हैं। അപ്പോൾ അവിടെ ആ കൂടിയ ജാതികളുടെ ഇടയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കുറേനക്കാരും ഉണ്ടായിരുന്നു. उसका मतलब वहां पे मिले हुए जो झुंड थे उसके बीच में कहाँ के भी लोग थे, कुरेना का भी लोग थे। അപ്പൊ കുറേനക്കാരനെ ഷീമോനും ഇവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. तो इस प्रकार कहा जाता है कि उस समय इस पद को लेकर कि कुरेना शिमोन भी उस जगह पे था। ഓക്കെ, ഞാൻ എന്റെ മെസ്സേജിലേക്ക് മടങ്ങി വരട്ടെ. मैं अपना वचन की ओर आना चाहता हूँ। ആമേൻ. ഇവിടെ നമ്മൾ കാണുകയാണ്, यहाँ पे हम देखते हैं ആമേൻ, യേശു ആമേൻ ക്രൂശും എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. कि यीशु मसीह क्रूस उठाते हुए आते हैं। ഇങ്ങനെ വരുമ്പോൾ യേശു കർത്താവ് ആ ഭാരമേറിയ ക്രൂശ് ചുമക്കുവാൻ കഴിയാതെ പല തവണ വീഴുവാനിടയായി. वो बोझ भरा हुआ जो भारी सा बना हुआ क्रूस को उठा ना सका और यीशु मसीह कई बार गिरता हुआ हम देखते हैं। ഈ ക്രൂശും എടുത്തുകൊണ്ട് വരുന്ന യേശുവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ जरा आप ध्यान से जब देखेंगे ये क्रूस उठाते आते हुए यीशु को, പലരും യേശുവിന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്. बहुत लोग यीशु मसीह के पीछे आते हैं। ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അനുഗമിക്കുന്നവര്, मैंने जैसे पहले बोला पीछे चलने वाले, ജസ്റ്റ് ഫോളോവേഴ്സ് ആയിട്ടുള്ളവര്. जस्ट उनके पीछे चलने वाले ही लोग। പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമാണ്. लेकिन इस समय जो है उनका मनोभाव जो एक अलग प्रकार से है। കുറച്ച് സ്ത്രീകൾ അവിടെ കരയുന്നുണ്ടെങ്കിലും, കരഞ്ഞ് യേശുവിന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിലും, कई बहन लोग हैं, स्त्री लोग हैं जो रो रो कर उनके पीछे आते हैं, तो भी ബാക്കിയുള്ള മുഴുവൻ പുരുഷാരവും ആർത്തു വിളിക്കുകയാണ്, യേശുവിനെ ക്രൂശിക്ക് ക്രൂശിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. बाकी जितने भी झुंड के लोग थे वो लोग चिल्ला उठते हैं, घोषणा करते हैं कि यीशु मसीह को क्रूस पर चढ़ाओ, क्रूस पर चढ़ाओ। ഹല്ലേലൂയ. യേശുവിനെ ക്രൂശിക്കുക എന്ന് അവർ ഉറക്കെ പറയുന്നു. वो लोग चिल्लाते हैं कि यीशु मसीह को क्रूस पर चढ़ाओ। ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, मैं जरा आपको पूछूं, ഈ പുരുഷാരം യേശുവിനെ ഇന്ന് ആദ്യമായിട്ട് കാണുകയല്ല. ये जो झुंड है वो लोग यीशु मसीह को पहले बार नहीं देखते। യേശു കർത്താവ് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷമായത് ചെയ്തത് കൊണ്ടല്ല ഇവർ യേശുവിനെ ക്രൂശിക്കാൻ പറയുന്നത്. ये जो लोगों के जीवन में यीशु मसीह ने कोई दोष का काम कुछ किया नहीं है कि वो लोग कहते हैं कि यीशु मसीह को क्रूस पर चढ़ा दो। നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വേദപുസ്തകത്തിന്റെ എവിടെയെങ്കിലും യേശുവിന്റെ ചരിത്രം ഉൾപ്പെടുന്ന എവിടെയെങ്കിലും യേശു കർത്താവ് ആർക്കെങ്കിലും ഒരു ദോഷം ചെയ്തതായി കണ്ടിട്ടുണ്ടോ? आप लोग ने जब पवित्र शास्त्र को पढ़ा है, इतिहास में वो कहीं भी आपने देखा है कि यीशु मसीह ने किसी के लिए कुछ गलत काम या दोष का काम किया है क्या? നന്മ മാത്രമേ യേശു കർത്താവ് ചെയ്തിട്ടുള്ളൂ. यीशु मसीह हमेशा भलाई का काम ही किया है। നന്മ ചെയ്ത യേശുവിനെ ജനം ആർത്തു വിളിക്കുകയാണ്, ക്രൂസിഫൈ ഹിം, ക്രൂശിക്കുക യേശുവിനെ. भलाई का काम किया हुआ यीशु मसीह को लोग चिल्ला उठते हैं कि यीशु मसीह को क्रूस पर चढ़ाए। പ്രിയമുള്ളവരെ, കാരണം ഉണ്ടായിട്ടല്ല, कारण नहीं है इसके लिए, कारण है करके नहीं प्यार, കാരണമൊന്നുമില്ല. कारण तो कुछ नहीं, ഇതാ ഫോളോവേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്. ये है पीछे चलने वालों का मनोभाव। എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, സഹോദരി, നല്ല കാലത്ത് നീ യേശുവിന്റെ പുറകെ നടക്കും, ആപത്ത് വരുമ്പോൾ നീ യേശുവിനെ തള്ളിപ്പറയും. मुझे सुनने वाले प्यारो, आप जो है भलाई के समय पे अच्छे दिनों में आप यीशु मसीह के पीछे चलेंगे, बल्कि बुराई के समय में आप लोग यीशु मसीह के खिलाफ बात करेंगे। റൊട്ടി മേടിച്ച് നിന്നപ്പോൾ നീ യേശു നല്ലവനാണെന്നും രാജാവാണെന്നും പറഞ്ഞു. ആമേൻ. പ്രതിസന്ധിയുടെ സമയം വന്നപ്പോൾ നിന്റെ അതേ അധരങ്ങൾ തുറന്ന് നീ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക് ക്രൂശിക്കെന്ന്. जब रोटी मिला उस समय तो आपने बोला कि ये तो यीशु मसीह है, सब कुछ है, उनका गुणगान तो गाया, लेकिन जब तकलीफ आ गए उस समय यीशु मसीह को क्रूस पर चढ़ाओ, क्रूस पर चढ़ाओ बोला। അത്ഭുതങ്ങൾ കണ്ടപ്പോൾ നീ പറഞ്ഞു, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, അല്ല ഇവൻ രാജാവാണ്, ഇവൻ അത്ഭുത പുരുഷനാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ കർത്താവ് ആമേൻ ആമേൻ ഒരു പ്രതിസന്ധിയുടെ നടുവിലായപ്പോൾ തള്ളിപ്പറഞ്ഞു. जब एक अद्भुत बातों को देखा उस समय उन्होंने बोला कि ये पिता है, ये परमेश्वर है, कि घोषणा किया। लेकिन जब कोई तकलीफ आ गई, कोई मुसीबत आ गई, तभी कहा कि नहीं, ये परमेश्वर नहीं, क्रूस पर चढ़ाओ। നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, ഞാൻ ഫോളോവർ അല്ല, യേശുവിന്റെ ഡിസൈപ്പിൾ ആണെന്ന് പറഞ്ഞു. अपने छाती में हाथ रखते हुए कहे, मैं परमेश्वर
के पीछे केवल चलने वाला नहीं, बल्कि मैं परमेश्वर का शिष्य हूँ। ഓക്കെ, അപ്പൊ ക്രിസ്തുവിൽ നിന്ന് നന്മ അനുഭവിച്ചവർ, അനുഗമിച്ചവർ, ജസ്റ്റ് അനുഗമിച്ചവർ പ്രതിസന്ധി വന്നപ്പോൾ തള്ളി പറഞ്ഞു. प्यारो, तो यहाँ पे क्या देखते हैं? यीशु मसीह के में से, यीशु मसीह के जीवन में से भलाई को प्राप्त किए लोग जब मुसीबत समय आगे, तभी यीशु मसीह को उन्होंने तुझ जाना या फिर त्याग दिया, छोड़ दिया। ഇതൊക്കെ പോട്ട് പ്രിയമുള്ളവരെ, ഏറ്റവും സങ്കടകരമായ കാര്യം ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മനസ്സ് തകർത്ത ഒരു വിഷയം ചിലപ്പോൾ ഇതായിരിക്കും. लेकिन ये भी चलो छोड़ो प्यारो, लेकिन मुझे ऐसा लगता है कि यीशु मसीह के हृदय को तोड़ी हुई बात तो ऐसी होगी। ഒരല്പ ദിവസങ്ങൾക്ക് മുമ്പ്, थोड़े दिनों के पहले, ഈ പുരുഷാരത്തിലെ പലരും, അല്ല മുഖ്യ ആൾക്കാരും, इस झुंड में जो अभी यीशु मसीह के पीछे आते हैं, वो झुंड में से ज्यादातर लोग, അവരെല്ലാവരും ഹോശന്ന ഹോശന്ന എന്ന് പാടിയവരാ. वो होसन्ना होसन्ना करके गीत गा रहे थे, രാജാവെന്ന് പ്രഖ്യാപിച്ചവരാ, राजा करके घोषणा की थी, മഹത്വം കൊടുത്തവരാ. महिमा दिया। അവരുടെ പല മുഖങ്ങളും യേശുവിന് ഇപ്പൊ നല്ല ഓർമ്മ കാണും. उन लोगों का, कई लोग का चेहरा अभी यीशु मसीह को याद होगा। കർത്താവ് ഒരുപക്ഷെ കണ്ടിട്ട് ഞെട്ടിപ്പോയി കാണുമായിരിക്കും. कई बार मसीह ने देख के भी वो डर गया होगा। ആവേശത്തോടെ ഹോശന്ന പാടിയോ നാണ്ട് മുമ്പിൽ ഇരുന്നു കൊണ്ട് ക്രൂശിക്കാൻ പറയുക. जो लोगों ने हिम्मत के साथ, बहुत उत्साह के साथ होसन्ना गाया, अभी तो वो और ही कुछ कहते हैं। ഓല പറക്കാൻ ആവേശം കാണിച്ചവൻ നാണ്ട് കരങ്ങൾ രണ്ടും ഉയർത്തി ക്രൂശിക്കാൻ പറയുക. जो लोग जो है यीशु मसीह को राजा करके घोषणा कर वो आगे बढ़ते थे, वो लोग अभी दोनों हाथों को उठाकर यीशु मसीह को क्रूस पर चढ़ाने के लिए कहते हैं। യേശുവിന് വേണ്ടത് ഫോളോവേഴ്സ് അല്ല കേട്ടോ. यीशु मसीह को पीछे चलने वाले को केवल नहीं चाहते। യേശുവിന് വേണ്ടത് പ്രതിസന്ധിയുടെ നടുവിലും, കഷ്ടതയുടെ നടുവിലും, ആമേൻ ആമേൻ, ദുരിതങ്ങളുടെ നടുവിലും, വേർപാടിന്റെ നടുവിലും, ആമേൻ, ദുഃഖത്തിന്റെ അവസരത്തിലും യേശു ആണ് എന്റെ പ്രാണനാഥൻ എന്ന് പറയുന്ന, യേശുവിനെ ക്രൂശും എടുത്തുകൊണ്ട് അനുഗമിക്കുന്ന, വിട്ടുമാറാതിരിക്കുന്ന ആമേൻ ഡിസൈപ്പിൾസിനെയാണ്, ശിഷ്യന്മാരെയാണ് യേശുവിന് ആവശ്യം. यीशु मसीह जो है सिर्फ कामों को या अपने आप के लिए कुछ कामों के लिए पीछे चलने वाले को नहीं, लेकिन यीशु मसीह चाहता है कि कोई भी अवस्था क्यों ना हो, यीशु मसीह से दूर नहीं हटूंगा, कोई भी अवस्था क्यों ना हो, यीशु मसीह के साथ साथ रहूंगा, उस प्रकार का विचार मनोभाव रखने वालों को यीशु मसीह। യേശു കർത്താവിന് ഒറ്റിക്കൊടുത്തപ്പോൾ, यार इसी प्रकार का दर्द हुआ होगा यीशु मसीह को जब यहूदा ने जो है यीशु मसीह को छोड़ दिया था। ആമേൻ, ഒറ്റിക്കൊടുത്തപ്പോൾ, उन्होंने जो यीशु मसीह को दूसरे के लिए बेच दिया, അത് ചുംബനത്താൽ ഒറ്റിക്കൊടുത്തപ്പോൾ, वो भी जो है चुम्बन देके उन्होंने जो है उनको बेच दिया। എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് പാര വെച്ചവരൊക്കെ മാറി നിന്ന് ഒളിച്ചു നിന്നൊക്കെയല്ലേ പാര വെച്ചത്. लेकिन मुझे सुनने वाले प्यारो, हमारे लिए जो काम करता है पीछे पीछे चुप चुप के हमारे विरोध काम करता है। നിങ്ങൾക്ക് പണി തന്നവരൊക്കെ ഒളിച്ചും പാത്തുമൊക്കെയല്ലേ പണി തന്നത്. आपके जीवन में भी कितने लोगों ने बहुत गलत गलत कामें किया, वो भी चुप चुप के वो लोगों ने किया। ആരും ചുംബനം തന്നിട്ട് നിങ്ങളെ ചതിച്ചിട്ടില്ലല്ലോ. कोई भी आके आपको चुम्बन देके आपको धोखा नहीं दिया ना। നോക്കിക്കേ, കൂടെ നടന്ന തന്റെ സഹചാരിയായിരുന്ന, തന്റെ സകല ദുഃഖത്തിലും പ്രയാസത്തിലും ആമേൻ കഷ്ടതയിലും യേശുവിന്റെ പിന്നാലെ അനുഗമിച്ച യൂദാസ് ചുംബനത്താൽ ഒറ്റിക്കൊടുത്തു. यहाँ पे हम देखते हैं प्यारे, यहूदा जो है यीशु मसीह के साथ साथ चलता था, हर एक चिन्ह चमत्कार सब देखता है, मसीह के साथ साथ चला, मसीह को जाना, लेकिन मसीह को चुम्बन देकर, मसीह को धोखा देकर निकल गया। ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ചിലരോടെങ്കിലും പരിശുദ്ധാത്മാവ് ഈ ദൂത് ഇടപെടട്ടെ. मैं प्रार्थना करता हूँ कि कई लोगों से परमेश्वर की पवित्र आत्मा आज ये बातें कर रहा है। നിങ്ങൾ സ്നേഹിച്ചവരാൽ ദുഃഖം അനുഭവിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടോ? अगर आप लोगों ने जिससे प्यार किया, वो प्यार किए हुए लोगों ने अगर आपको दुखित किया है तो ध्यान से सुनना। നിങ്ങൾ വളർത്തിയവരാൽ തളർത്തപ്പെടുന്ന അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? अब जिन लोगों को आप लोग ने बढ़ाया, आगे लेके आया, क्या उन लोगों ने आपको नीचे गिराया क्या? നിങ്ങൾ കൈപിടിച്ച് ഉയർത്തിയവരാൽ ആമേൻ ആമേൻ ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? आपने जिन लोगों का हाथ पकड़कर आगे लेके गए, क्या वो लोगों ने आपका हाथ छोड़ दिया? അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, अगर उस प्रकार का व्यक्ति है तो आज रात को पवित्र आत्मा आपसे कहता है, ആ വേദനയുടെ വലിപ്പം എന്തെന്ന് അറിയാവുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ഇന്ന് രാത്രി സേവിക്കുന്നതെന്ന് വിശ്വസിക്കുക. उस प्रकार के
के वेदना को, दर्द को जाना हुआ, चखा हुआ मसीह का सेवकाई हम करते हैं, क्योंकि जान लो प्यारो, ആമേൻ, ചതിക്കപ്പെടുന്നതിന്റെ വേദന, ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ വേദന, സ്നേഹിക്കപ്പെട്ടവരാൽ അവൻ തള്ളപ്പെട്ടതിന്റെ വേദന അറിയുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. मुझे सुनने वाले प्यारो, धोखा पाया मसीह ने, मसीह को दर्द हुआ, मसीह को लोगों ने कितना चोट लगाया, उस प्रकार के मसीह जिन्होंने ये सब कुछ अनुभव किया है, उस मसीह की आराधना सेवकाई हम करते हैं प्यारो. എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? कितने लोग प्रार्थना करेंगे? കർത്താവേ, ആ വ്യക്തിയാൽ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. उस व्यक्ति के द्वारा मुझे बहुत दर्द हुआ है. ആമേൻ, ആമേൻ. വളർത്തിയത് ആമേൻ തിരിച്ച് നന്മ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, मैंने उनको बढ़ाया कुछ भलाई का काम होगा करके सोचकर नहीं, ഒരു നന്മ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഉയർത്തിക്കൊണ്ട് വന്നത്. मुझे कुछ भलाई होगा करके सोचकर उनको आगे उठा के नहीं लाया. പക്ഷേ വളർത്തിയവൻ എനിക്ക് എന്റെ കുതികാല് പിടിക്കുന്നു. लेकिन जिसको मैं बढ़ाया वो मुझे गिराने के लिए कोशिश में है. ആമേൻ. ഞാൻ ഉയർത്തിക്കൊണ്ട് വന്നവൻ എന്നെ തളർത്തിക്കളയുവാൻ നോക്കുന്നു. जिसको मैं उठा कर लाया उसको वो मुझे गिराने की कोशिश में है. ഇതിന്റെ വേദന അറിയാവുന്ന ഒരു സ്വർഗമാണല്ലോ എന്റെ കർത്താവ്. जिसका दर्द को जानने वाला परमेश्वर है मेरे परमेश्वर. അതേ പ്രിയമുള്ളവർ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ പെയിനെ കർത്താവ് നമ്മെ ശാന്തമാക്കിയാണ്. हाँ मेरे प्यारो, आज रात के समय मसीह जो है वो दर्द को जो है हटा रहा है. ഹല്ലേലൂയ. हालेलुया. വേഗം നമുക്ക് മുന്നോട്ട് വരാം. जल्दी ही हम लोग आगे बढ़ेंगे. ആമേൻ. ഇവിടെ ഇതാ ശതാധിപന്റെ മുമ്പിൽ യേശു വീഴുവാനിടയായി. यहाँ पे हम देखते हैं कि सूबेदार के सामने यीशु मसीह गिर जाता है. ആമേൻ. ശതാധിപന് ഒരു കാര്യം മനസ്സിലായി. सूबेदार को एक बात मालूम पड़ा യേശുവിന് ഇനി മുന്നോട്ട് ഈ ക്രൂശും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. कि यीशु मसीह अभी आगे ये क्रूस उठाकर नहीं चल सकता. ആമേൻ. പാസ്റ്റങ്ങളെ, എനിക്ക് ഇനി എത്ര മിനിറ്റ് ഉണ്ടെന്നും കൂടെ പറയാം. എനിക്ക് കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യണം. 9 o'clock വരെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. യാ. ആമേൻ. യേശു കർത്താവ് ഇതാ ക്രൂശ് ചുമന്നുകൊണ്ട് अभी हम देखते हैं कि यीशु मसीह जो क्रूस को लेते हुए ഈ ശതാധിപന്റെ മുമ്പിൽ വീണു. ये सूबेदार के आगे गिर गया. ആമേൻ. ശതാധിപൻ മനസ്സിലായി, ഇനി യേശുവിന് മുന്നോട്ട് ഈ ക്രൂശ് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. सूबेदार को मालूम पड़ गया कि अभी यीशु मसीह क्रूस उठाकर लेके नहीं जा सकता. ചുറ്റുമൊക്കെ നോക്കി ആരെ കൊണ്ട് ഈ ക്രൂശ് ചുമപ്പിക്കണം. आसपास सब देखा कौन ये क्रूस उठा सकता है. ഒരു പ്രശ്നമുണ്ട്. एक तकलीफ है वहां पे. അന്ന് ക്രൂശ് ശാപമായി കണ്ടിരുന്നു. उस समय जो है उस जमाना में क्रूस जो एक शाप की बात थी. അപ്പൊ ശതാധിപൻ ഇങ്ങനെ ചുറ്റും നോക്കി. सूबेदार ने हर जगह देखा. കണ്ണിൽ ആദ്യം മുടക്കിയത് പടയാളികളെയാ. एकदम पहले आंखों के सामने उनके सैनिक लोग थे. പക്ഷെ പടയാളികൾ തയ്യാറാകില്ല ക്രൂശ് ചുമക്കുവാൻ. लेकिन सैनिक लोग तैयार नहीं होंगे वो क्रूस को उठाने. പിന്നെ ഉള്ളത് യേശുവിന്റെ പിന്നാലെ വരുന്ന പുരുഷാരമാണ്. उसके बाद जो लोग बाकी है वो यीशु मसीह के पीछे आते हैं, वो झुंड है. അവരെ നോക്കിയപ്പോൾ അവര് തയ്യാറല്ല. उनको भी देखा तो वो लोग भी तैयार नहीं. അറ്റ്ലീസ്റ്റ് ഒരു പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാ, ആ കരഞ്ഞോണ്ടൊക്കെ യേശുവിന്റെ പിറകെ വരുന്നവരോട് പറഞ്ഞു കാണണമായിരിക്കും, നിങ്ങളുടെ കരച്ചിലും നിങ്ങളുടെ മുറവിളിയൊക്കെ കണ്ടിട്ട് തോന്നുന്നു നിങ്ങൾക്ക് യേശുവിനോട് അമിതമായ സ്നേഹം ഉണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ ക്രൂശ് ഒന്ന് ചുമന്നാട്ടെ. शायद जरा ऐसा भी हम लोग कल्पना कर सकते हैं कि वो जो यीशु मसीह के पीछे रो रो के आ रहे थे, वो लोगों को भी सूबेदार ने पूछा होगा, अरे तुम लोग को तो इतना प्यार है मसीह से, तो इतना रो रहे तो तुम लोग जरा मदद कर दो वो क्रूस उठाने की. എന്നാൽ അത് പറഞ്ഞപ്പോരാ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. കരഞ്ഞു പുറകെ വരുന്നുണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ കാര്യത്തോടെടുത്തപ്പോ അവര് പറഞ്ഞു തൊടത്തില്ല, പിടിക്കില്ല, താങ്ങത്തില്ല, താങ്ങിയാൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവരാകും. लेकिन जब वो बात में पहुंची तब सूबेदार को मालूम पड़ा कुछ भी हो ഞാൻ ആ വാക്കിനൊരു സെന്റൻസ് ഇങ്ങനെ നൽകട്ടെ. ഫോളോവേഴ്സ് എന്ത് ചെയ്തെന്നറിയാമോ? ക്രൂശ് ചുമക്കാൻ പറഞ്ഞപ്പം ഫോളോവേഴ്സ് ക്രൂശ് നിഷേധിക്കുവാനിടയായി. प्यारों में जरा बताऊं, पीछे चलने वाले ने क्या किया पता है? जब उनको क्रूस उठाने के लिए बोला, उन लोगों ने मना कर दिया. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? क्या आप लोग सुनते हो मैं क्या बोल रहा हूँ? ഫോളോവേഴ്സിനോട് എന്ത് പറഞ്ഞു? ഫോളോവേഴ്സിനോട് പറഞ്ഞു ക്രൂശ് ചുമക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ക്രൂശ് എടുക്കില്ല എന്ന് പറഞ്ഞു. जो पीछे चलने वालों को पूछा क्या तुम क्रूस उठा सकते हो करके, तो वो लोगों ने मना ही कर दिया. ഇനി കരങ്ങളെ ഉയർത്തി പറ, ആരാ ശിഷ്യൻ? अभी जरा हाथ को उठाकर बोलिए कौन है शिष्य? ക്രൂശ് എടുത്തുകൊണ്ട് പിന്നാലെ പോകുന്നവനാണ് ശിഷ്യൻ. क्रूस उठाकर पीछे चलने वाला ही शिष्य है. നിങ്ങൾ കരയുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ വിഷയമല്ല.
आप लोग रोते हो करके यहाँ पे विषय नहीं है। നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. आपको संकट है क्या, वो भी मुख्य बात नहीं है। നിങ്ങൾക്ക് യേശു ക്രൂശിക്കപ്പെട്ട വിഷയം വേദന ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. क्रूस उठाया वो वचन आपको दर्द देता है, वो भी विषय नहीं है यहाँ पे। യേശുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്നുള്ളത് ഇവിടെ വിഷയമല്ല. यीशु मसीह के लिए आपको प्यार है, वो भी यहाँ पे मुख्य स्थान नहीं लेता। ക്രൂശും എടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുവാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. यहाँ पे मुख्य बात यह है प्यारों की, क्या आप तैयार हो क्रूस उठाकर मसीह के पीछे चलने के लिए। ഉടമനഘടക ശംധനാദരഘടക സിയാധന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്, പുറകെ നടക്കുന്നതിൽ കാര്യമില്ല. അവസരം വരുമ്പോൾ ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. आज रात को पवित्र आत्मा एक एक से बता रही है, याद दिला रहा है कि फालतू में सिर्फ रो रो कर या फिर संकट को बताते हुए, बोलते हुए, दर्शाते हुए यीशु मसीह के पीछे चलने से कोई फायदा नहीं है, लेकिन क्रूस उठाकर मसीह के पीछे चलेंगे। നോക്കിക്കേ, താണ്ടെ കുറെ പേർ ക്രൂശിന്റെ പിന്നാലെ കരഞ്ഞോണ്ട് വരിക. देखो जरा, इस क्रूस के पीछे पीछे कई लोग रोते हुए आते हैं, കരഞ്ഞോണ്ട് വരിക. रोते हुए आते हैं, സങ്കടം ഉണ്ടെന്ന് മനസ്സിലായി. उनको दुख है करके मालूम पड़ा, എന്നാൽ ആ ക്രൂശ് എന്ന് ചുമന്നേ, लेकिन जरा वो क्रूस को उठाइए, ക്രൂശ് എന്ന് ചുമന്നേ, क्रूस को उठाइए, തയ്യാറല്ല, तैयार नहीं, തയ്യാറല്ല, तैयार नहीं, തയ്യാറല്ല. तैयार नहीं। യേശു പറഞ്ഞു, यीशु ने कहा, നിങ്ങൾ എന്റെ പിറകെ വരാൻ ഇച്ഛിച്ചാൽ तुम लोग अगर मेरे पीछे चलने के लिए इच्छा करे, ക്രൂശ് എടുക്കാതെ വരരുത്. वो क्रूस उठाए बिना ना വരാൻ നിങ്ങൾക്ക് എളുപ്പമാ, आप लोगों को आना तो आसान है, നിങ്ങൾക്ക് സന്തോഷമാ. आपको आनंद भी है आने के लिए, ഹല്ലേലൂയ. പക്ഷെ ക്രൂശ് എടുത്തുകൊണ്ട് വരുന്നവരാ എന്റെ ശിഷ്യൻ. लेकिन क्रूस उठाकर चलने वाला है मेरा शिष्य। ഞാൻ ചോദിക്കട്ടെ, मैं जरा पूछूं, ഈ പിറകെ കരഞ്ഞോണ്ട് വരുന്നവരെ വല്ലം കർത്താവ് മാലയിൽ വിളിച്ചോ തന്റെ മഹാനിയോഗത്തെ കൊടുക്കാൻ? मैं जरा पूछूं प्यारा आप लोगों से, जो पीछे रो रो कर आ रहे थे, क्या मसीह ने उनको वो पहाड़ के ऊपर बुलाया, वो महान सेवकाई, अंतिम सेवकाई को देने के लिए? ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്ന സമയത്തെ കർത്താവ് ചിലരെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കാണുമല്ലോ. അവരെ ആരെങ്കിലും വിളിച്ചോ യേശു ഞാൻ ഇന്ന സമയത്ത് അവിടെ വരും, മഹാനിയോഗം കൈമാറാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചോ കർത്താവ്? यारो, क्या मसीह ने वो लोगों को आमंत्रण दिया क्या, उस समय पहाड़ के ऊपर आ जाना, मैं सेवकाई का वो बातों को बताने वाला हूँ, देने वाला हूँ? क्या मसीह ने ये रोते हुए लोगों को बुलाया? വിവിധ മാധ്യമത്തിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത സഹോദര, ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, अलग अलग माध्यम से, फेसबुक, यूट्यूब से मुझे सुनने वाले प्यारे भाई, प्यारे बहन, आज आत्मा आपसे कहती है, യേശു എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കാണുമായിരിക്കാം, ക്രിസ്ത്യാനികളോട് നിങ്ങൾക്ക് പ്രിയം കാണുമായിരിക്കാം, യേശു ഒരു നല്ല ദേവനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം, യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, യേശുവിന്റെ ക്രൂശ് മരണം നിങ്ങൾക്ക് സങ്കടകരമായ കാര്യമായിരിക്കാം. പക്ഷെ യേശു കർത്താവിന് വേണ്ടത് അതല്ല, സഹതാപമല്ല, സങ്കടമല്ല, വേദനയല്ല. ക്രൂശ എടുത്തുകൊണ്ട് ഇന്ന് രാത്രി അവന്റെ പിന്നാലെ വരിക. मुझे सुनने वाले प्यारे भाई, आप लोग को शायद यीशु मसीह के बारे में सुनते आपको बहुत दर्द होता होगा, अचंभित लगता लेकिन आज रात को जान लो, वो सारी बातें, वो सारे आपको जो अनुभव से कुछ नहीं होने वाला, मसीह को पीछे चलने के लिए, संपूर्ण बनने के लिए क्रूस उठाकर चलना है, क्रूस उठाकर चलना ആ है। കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. हाथों को उठाकर प्रभु को धन्यवाद दे। ഹല്ലേലൂയ, ഹല്ലേലൂയ, हालेलुया। ആമേൻ. ഇനി കുറേനക്കാരനായ ശീമോനെ ഇവർ നിർബന്ധിച്ചു ക്രൂശ് ചുമപ്പിച്ചു. अभी कुरेने का जो शमौन है, उसको जबरदस्ती कर क्रूस उठाता है। നിങ്ങൾ എല്ലാവരും വേദപുസ്തകം തുറക്കണേ. सब लोग वचन को खोलेंगे। നിങ്ങൾ ദയവായി ഒന്ന് സഹകരിക്കണം. നിങ്ങൾ ഒന്ന് വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. 3 വാക്യങ്ങളോട് ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. मैं यहाँ पे 3 वचनों को पढ़कर सुनाना चाहता हूँ। ആമേൻ. ഞാൻ വായിച്ചോളാം, നിങ്ങൾ നോക്കിയാൽ മതി. മത്തായി സുവിശേഷം 27 അധ്യായം 32 വാക്യം. मत्ती रचित सुसमाचार 27 32 32. 23वां अध्याय का 32वां पद। ആ വാക്യം ഇങ്ങനെ പറയുന്നു, उस वचन में इस प्रकार लिखा है, അവർ പോകുമ്പോൾ ശീമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു, അവന്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. ഹിന്ദിയിൽ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ അവിടെ. बाहर जाते हुए उन्हें शमौन नामक एक कुरेनी मनुष्य मिला, उन्होंने उसे बेगार में पकड़ा
कि उसका क्रूस उठाकर ले चले। എങ്ങനെ ചുമപ്പിച്ചു? किस प्रकार उनसे उठवाया, എങ്ങനെ ചുമന്നേ? किस प्रकार उसने उठाया। ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലൊക്കെ ഞാൻ ഈ ചോദിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ചുമന്നേ? നിർബന്ധിച്ച് ചുമപ്പിച്ചു. किस प्रकार शमौन ने उठाया प्यारो, यहाँ पे लिखा है कि जबरदस्ती उसको पकड़वा कर उसको क्रूस उठाने कहा। അപ്പൊ മത്തായി എഴുതിയ സുവിശേഷത്തിൽ വ്യക്തമായി നിർബന്ധിച്ചാണ്. देखो मत्ती लिखित सुसमाचार पढ़ते समय में मालूम पड़ गया कि जबरदस्ती उसे उठवाया। ഇനി മർക്കോസ് എങ്ങനെ പറയുന്നേ? 15 അധ്യായത്തിന്റെ 21 വാക്യം ഇങ്ങനെ പറയുന്നു, കുറേനക്കാരനെ ശീമോനെ അവന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. अगर अभी मरकुस रचित सुसमाचार में किस प्रकार लिखा है देखेंगे। मरकुस रचित सुसमाचार 15 उसका 21वां वहां पे इस प्रकार लिखा गया है कि उन्होंने उसे बेगार में पकड़ा कि उसका क्रूस उठा ले चले। ഇനി ലൂക്കോസ് എന്താ പറയുന്നേ? ആമേൻ. 23 അധ്യായത്തിന്റെ 26 വാക്യം, അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ചുമപ്പിച്ചു, നിർബന്ധിച്ചു ചുമപ്പിച്ചു. देखो लूका की सुसमाचार 23 का 26 में क्या लिखा है प्यारो। वहां पे इस प्रकार लिखा है कि शमौन को पकड़कर उस पर क्रूस लाद दिया, उसके ऊपर जबरदस्ती डाल दिया कि वो उठा ले जाए। എങ്ങനെ പ്രിയമുള്ളവരെ, ശീമോൻ എങ്ങനെ ചുമന്നേ? तो प्यारो किस प्रकार शिमोन ने क्रूस को उठाया। മനസ്സോടെ അല്ല കേട്ടോ, वो अपने दिल से नहीं, മനസ്സോടെ അല്ല, वो दिल से नहीं था। വചനത്തിന് വ്യക്തമാണ്, वो वचन में स्पष्ट लिखा है നിർബന്ധിച്ചാണ് ചുമപ്പിച്ചത്. जबरदस्ती उनसे उठवाया गया। അതിന് കാരണം എന്നാ? उसका कारण क्या है? കാരണം ശീമോൻ യഹൂദനാ. क्योंकि शिमोन भी जो है यहूदी है। പ്രൈസ് ദി ലോർഡ്. हालेलुया। ശീമോനും പരദേശിയാണെങ്കിലും യഹൂദനാ. शिमोन दूसरे राष्ट्र में जगह में रहता है, परदेशी है, बल्कि वो भी यहूदी है। അപ്പോൾ ഇദ്ദേഹം ഇവിടെ പെസഹ പെരുന്നാൾ ആചരിക്കാൻ വന്നിരിക്കുകയാണ്. ये ക്രൂശ് ചുമന്നാൽ ഇദ്ദേഹവും അശുദ്ധനാകുവാൻ ഇടയായി തീരും. ये भी यरूशलेम में जो पसहा मनाने के लिए आया है, तो अगर वो क्रूस उठाएंगे तो वो भी श्रापित करेंगे, अशुद्ध हो जाएगा। പക്ഷെ നിർബന്ധിച്ചു ചുമപ്പിച്ചു. लेकिन जबरदस्ती कर कर उनसे उठवाया। എല്ലാവരും ഇത് പറഞ്ഞേ, ആ വാക്കിന് വളരെ അർത്ഥമുണ്ട്. എല്ലാവരും പറഞ്ഞേ, നിർബന്ധിച്ച് ചുമപ്പിച്ചു. सब लोग जरा बोलिए, अपना मुंह को खोल कर बोलिए, जबरदस्ती कर कर उनको पकड़वा कर उठवाया। ഹല്ലേലൂയ. ഒരു പക്ഷേ ശീമോൻ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും തന്റെ ജീവിതത്തെ ശപിച്ചത്. पहले बार शिमोन खुद स्वयं अपने जीवन को श्राप दिया होगा। അദ്ദേഹം ചിന്തിച്ചാണ്, എന്തൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്, എന്തൊരു കഷ്ടകാലമായിരുന്നു ഇന്നത്തെ ദിവസം. उन्होंने सोचा वो कितना खराब एक अवस्था आ गया, कितनी संकट भरा हुआ अवस्था में मैं पड़ गया। എന്ന് പറഞ്ഞാൽ മനസ്സുണ്ടായിട്ട് ചുമന്നതല്ല, പലതവണ അവൻ നിഷേധിച്ചു, എടുക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവനെ നിർബന്ധിച്ചാണ് ചുമപ്പിച്ചത്. यारो उसका मतलब ये है कि वो अपने हृदय से वो नहीं उठा रहा था, लेकिन उसको जबरदस्ती पकड़वा कर उठाया। പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, लेकिन मैं आपको बताऊं प्यारो, ശീമോൻ അന്ന് അത് ചുമന്ന സമയം ശീമോൻ മനസ്സിൽ പറഞ്ഞു, എന്റെ കഷ്ടകാലമായിരുന്നു, എന്റെ പരാജയത്തിന്റെ ദിവസമായിരുന്നു, അവൻ ഞാൻ അശുദ്ധനായ ദിവസമാണെന്ന് ഏത് ദിവസം ശീമോൻ ഹൃദയത്തിൽ പറഞ്ഞോ, ആ ദിവസം ശീമോന്റെ ജീവിതത്തിന്റെ അസാധാരണ ദിവസമായിരുന്നു. प्यारो उस समय जब वो क्रूस उठा रहा था, उस समय जब शिमोन को लगा, अपने आप के मन में उसने कहा होगा, अरे ये क्या संकट, ये क्या मेरे सर पर आकर पड़ गया करके उस प्रकार की बातें वो अपने मन में सोच रहा होगा। लेकिन बाद में उसको समझ में आ गई, वो जो घटना हुई, वो जो समय था, वो असाधारण समय उसके जीवन के लिए बदल गया। യേശുവിനെ കണ്ടുമുട്ടിയ ആ ദിവസമാണ്. ശീമോൻ അപ്പോൾ അറിഞ്ഞില്ല, ശ്രദ്ധിച്ചേ, അപ്പോൾ അറിഞ്ഞില്ല. പക്ഷെ ആ ദിവസമായിരുന്നു അവന്റെ ടേണിംഗ് പോയിന്റ്. यारो वो जो यीशु मसीह को जाना, मतलब वो जो पहले बार मिला यीशु मसीह को, उस समय वो जानता नहीं था कि क्या किस प्रकार से होगा, लेकिन बाद में समझ में आया उसके जीवन का वो जो टर्निंग पॉइंट, घूमने की अवस्था आ गई, वो वहां पे है। അറിയാതെ വല്ല ഫേസ്ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന വഴിക്കാ ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ, അല്ല യൂട്യൂബിനകത്താണെങ്കിൽ അറിയാതെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ പെട്ടതാണ് ഈ സന്ദേശമെങ്കിൽ, നിങ്ങളിപ്പോ തുറക്കുമ്പോൾ കേൾക്കുന്ന ഈ വാചകമാണെങ്കിൽ, സഹോദരൻ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആമേൻ, അബദ്ധത്തിൽ കണ്ടതാണല്ലോ ഈ സന്ദേശം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് ഇപ്പോൾ ഈ ടൈം, ഈ സമയം. ഓ റബ ശകനഗദഗസിയ. आप जहां कहीं भी जो भी माध्यम से जुड़े क्यों ना होगा, आपको लगता होगा, अरे मैं तो फेसबुक देखते समय ये
वचन बीच में आ गया करके, यूट्यूब देखते समय बीच में ये वचन आ गया करके आपको लग रहा है गलती से आ गया, लेकिन आप मुझे ध्यान से सुनो मेरे भाई, ये गलती से नहीं, आपके जीवन में आने वाले दिनों में ये जो है आपके जीवन को बदलने वाला, आपके जीवन को अलग असाधारण रीति में लेके जाने वाला एक समय बनने वाला है। ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. सब लोग हाथों को उठा के धन्यवाद करें। ആമേൻ. ശിമോൻ യേശുവിന്റെ പിന്നാലെ പോകുകയാ. शिमोन जो है यीशु मसीह के पीछे पीछे चलता है। ശിമോൻ പിന്നാലെ പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശിമോൻ യേശുവുമായിട്ട് നടക്കുന്ന ഗോൽഗോഥയിൽ വെച്ച് നടക്കുന്ന സകല സംഭാഷണങ്ങളും ആര് കേൾക്കുന്നുണ്ട്? ശിമോൻ കേൾക്കുന്നുണ്ട്. तो देखो प्यारो, जब यीशु मसीह के पीछे वो चलता जा रहा था, तभी शिमोन जो है यीशु मसीह के साथ जो भी वार्तालाप होता है वो भी सुनता है। എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കള്ളനുമായി നടത്തുന്ന സംഭാഷണം, ആമേൻ, കള്ളൻ യേശുവിനെ കുറിച്ച് वार्तालाप सुन रहा है करके हम लोग बता रहे हैं। इसका कारण ये है कि उसने क्या क्या बातें सुनी होगी, जो वो चोर ने जो कहा वो बातों को शिमोन ने सुना होगा, जो सूबेदार मसीह के बारे में कहता है वो बातें को भी सुना होगा, सैनिक लोग जो कहते हैं, झुंड के लोग जो कहते हैं वो सारी बातें सुना होगा। यीशु मसीह ने क्रूस पर भी जो बातें कहा वो भी ये शिमोन ने तो सुना होगा। ആമേൻ. അവിടെ കൂടിയിരുന്ന് എടുക്കുമ്പോൾ ക്രൂശ് ചുമക്കുമ്പോൾ തന്റെ പിന്നാലെ വരുന്ന പുരുഷാരെല്ലാം പറയുക, ക്രൂശിക്ക്. ആമേൻ. ദൈവത്തിന് വിരോധമായി സംസാരിച്ചവൻ, ഹല്ലേലൂയ, പ്രമാണങ്ങൾക്ക് വിരോധമായി സംസാരിച്ചവൻ, ദൈവദൂഷണം പറഞ്ഞവൻ എന്നൊക്കെ പറഞ്ഞ് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന യേശു, എന്നാൽ ഗെത്സമനയിൽ ചെന്ന് ക്രൂശിച്ചപ്പോൾ ഇതാ യേശുവിന്റെ ക്രൂശിന്റെ മേലെടുത്ത് ഇവൻ രാജാവാണ്. यारो, जब यीशु मसीह को क्रूस की ओर लेके जाते समय इसको क्रूस पर चढ़ाओ, उस प्रकार की घोषणा करते लोग जब बोल रहे थे, उस प्रकार लेके जाते समय वो जब क्रूस पर आ गए, क्रूस पर चढ़ा दिया, वहां पे वो राजा है करके होने लगा। അസാധാരണമായ ഒരു ക്രൂശ് മരണം, एक असाधारण रीति में एक क्रूस का मृत्यु, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ക്രൂശ് മരണം, अभी तक नहीं देखा उस प्रकार का एक मृत्यु। ഇനി ക്രൂശിൽ കിടക്കുമ്പോഴോ, अभी क्रूस पर जब वो लेटे हैं तभी തന്നെ ശിക്ഷിച്ച, തന്നെ ക്രൂരമായി അടിക്കുകയും തന്നെ കുറിച്ച് പരിഹാസവാക്കുകൾ പറയുന്ന ജനത്തെ നോക്കി വേദനയോടെ പുളയുന്ന ആ സമയം യേശു പറയാണ്, ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. यारो, हम जब देखते हैं यीशु मसीह क्रूस पर जब टांगा गया था, उस समय भी ये सारे लोग जब यीशु मसीह के खिलाफ बोला, उस दर्द के समय भी, उस कष्ट के समय भी यीशु मसीह दुख के दिल के साथ कहता है, प्रभु ये लोग नहीं जानते, उनको क्षमा कर। ക്രൂശിന്റെ അപ്പുറത്ത് കിടക്കുന്ന കള്ളൻ പറയുന്നു, മറ്റേ കള്ളനോട് പറയുക, നാമോ നമുക്ക് കിട്ടേണ്ടതാ ലഭിച്ചേ, നമ്മൾക്ക് അർഹമായത് കിട്ടിയത്, പക്ഷേ ഇവനോ അർഹിക്കാത്തത്, അനർഹമായതാണ് ഇവൻ അനുഭവിക്കുന്നത്. क्रूस में जो यीशु मसीह के बाजू में जो चोर लोग थे, वो लोगों ने कहा कि एक दूसरे के साथ हम लोग ने जो गलती किया उसका दंड हमें मिला, लेकिन ये जो यहाँ पे है जो कोई दंड नहीं किया उसके लिए नहीं था ये, लेकिन वो ले रहा है। ശതാധിപൻ പറയാ, ക്രൂശിച്ച വ്യക്തി പറയാണ്, ശ്രദ്ധിക്കണേ, ക്രൂശിച്ച വ്യക്തി उसके नीचे खड़े के कहते हैं कि अरे सचमुच ये तो है परमेश्वर का पुत्र ही था। അസാധാരണമായ ഒരു ക്രൂശ് മരണം. एक असाधारण रीति में एक मृत्यु। ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं जरा आपको बोलूं बयान, അവിടെ നടന്നതും वहां पे जो हुआ യേശുവിന്റെ ക്രൂശ് മരണവും वो क्रूस का मृत्यु भी, അതിന്റെ കാഴ്ചയായി കണ്ട വ്യക്തി, സത്യമായി പറഞ്ഞാൽ ആ വ്യക്തിയെ ക്രൂശ് സ്വാധീനിച്ചു. प्यारो, उसके लिए उस समय ये जो बातें देख रहा था, वो महसूस देख रहा था, वहां पे था वो व्यक्ति, उसके जीवन में इसका अनुभव बहुत अलग था। ക്രൂശ് യേശുവിൽ കണ്ട കാര്യങ്ങൾ ആമേ ശീമോനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ അത് അംഗീകരിക്കും? कितने लोग मानेंगे कि ये क्रूस की घटना होते समय शिमोन के जीवन में वो बहुत प्रभावित हुआ करे? എത്ര പേർ അംഗീകരിക്കാം? കൈ ഒന്ന് കാണട്ടെ. कितने लोग वो मानेंगे कि वो क्रूस ने शिमोन के जीवन में प्रभाव डाला? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, मैं जरा आपको पूछूं प्यारो, ആമേ, ഇപ്പം നമ്മള് യേശുവിന്റെ ക്രൂശ് മരണം പറയല്ലേ, നമ്മള് ആമേ ആ സന്ദേശം പറയല്ലേ, എന്തൊക്കെയാ സംഭവിച്ചെന്ന് പറയല്ലേ? यारो हम लोग तो एक क्रूस के बारे में बातें कर रहे हैं, वहां पे क्या क्या घटना हुई वो विषय में बातें केवल करते हैं। പാസ്റ്ററെ, നമ്മള് ക്രൂശിന്റെ സന്ദേശം കാൽവറിയിൽ വെച്ച് നടന്ന ആ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തികൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ, അവരുടെ പാപങ്ങളെ വിട്ടുപിരിയാൻ തീരുമാനിച്ചെങ്കിൽ, അത് കണ്ടാൽ കണ്ട വ്യക്തിയെ എത്രത്തോളം ക്രൂശ് സ്വാധീനിച്ചു കാണണം.
मुझे सुनने वाले पासमान जरा सोचिए, अगर हम जो क्रूस का प्रचार करते हैं, उस प्रचार क्रूस का प्रचार वचन को सुनते ही लोग, अनेक लोग जब मसीह में आ जाते हैं, वो प्यार को जान लेते हैं, तो वो क्रूसीकरण को साक्षात वो अपने आंखों से देखा हुआ व्यक्ति के जीवन में कितना बड़ा प्रभाव हुआ ഓ होगा। വലിയ സന്തോഷം പ്രാപിച്ചോണ്ടാ ശീമോൻ തിരിച്ച് മലയിറങ്ങി വരുന്നത്. बहुत बड़े आनंद को प्राप्त करते हुए शिमोन वो उस पहाड़ से नीचे उतरता ഒരു है। പക്ഷേ താൻ ഈ ഗോൽഗോഥയിൽ നിന്ന് ഇറങ്ങുമ്പോ സകല യഹൂദന്മാരും പറഞ്ഞു കാണണം, നാണ്ടെ ഈ പോകുന്ന പുള്ളി ഉണ്ടല്ലോ, ഈ വ്യക്തിയാണ് യേശുവിനെ ക്രൂശിച്ച് ചുമന്നത്, ശപിക്കപ്പെട്ടവനാ, അശുദ്ധനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ശീമോനെ കുറിച്ച്. प्यारो, जब वो क्रूज वो पहाड़ से नीचे उतर के आने के बाद, क्रूसीकरण के बाद, जब वो गोलगत्ता पहाड़ से नीचे उतर के आ रहा था, वहां पे जो खड़े लोग बोलते होंगे, अरे ये तो श्रापित है, क्योंकि इसने मसीह का क्रूस उठाया था, ये वो व्यक्ति है, जो सब लोग ने बोला होगा। എന്നാൽ ശീമോന്റെ ഹൃദയത്തിൽ എന്താണെന്നറിയാമോ? लेकिन पता है शमौन के मन में क्या है? നമുക്കൊരു പാട്ടുണ്ട്, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ നിന്റെ ആത്മമാരി എന്ന് പറഞ്ഞാൽ ആത്മസന്തോഷം അകത്ത് വ്യാപരിക്കുക. പുറത്തുള്ള കുത്തുവാക്കുകളോ അശുദ്ധനാണെന്ന് പറയുന്ന വാചകങ്ങളോ ഒന്ന് ശീമോന്റെ തലയ്ക്കകത്തില്ല. ഹൃദയത്തിനകത്തൊരു സന്ദേശം, ഒരു സന്തോഷം, ഇതാ ആത്മസന്തോഷം. ഹല്ലേലൂയ, രക്ഷകനെ കണ്ടതിന്റെ ആത്മസന്തോഷം. यारो, जब सारे दुनिया के लोग गलत गलत बातों को लेकर ठोक रहे थे शिमोन के ऊपर, बातें को कहते थे, तभी शिमोन को बुरा नहीं लगा, क्योंकि उसके आत्मा के अंदर एक आनंद, एक अलग प्रकार की आनंद कि मैंने मेरे उद्धारकर्ता को देखा है। ആമേൻ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ആമേൻ പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, അതല്ല ആമേൻ 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 പെന്തക്കോസ്തിന്റെ 3-ാം തലമുറയോ ആമേൻ 4-ാം തലമുറ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കളുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ക്രൂശ് ചുമന്ന നിങ്ങളുടെ മാതാപിതാക്കളെ ആമേൻ ആമേൻ കളിയാക്കിയവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ അവൻ അഭിമാനത്തോടെ അവർ വീണ്ടും ആ ക്രൂശിനെ ചുമന്നതിന്റെ കാരണം ആത്മസന്തോഷമായിരുന്നു. ആത്മസന്തോഷമായിരുന്നു. ഇന്ന് രാത്രിയിലും നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത് ആത്മസന്തോഷമാണ്. मुझे सुनने वाले कोई अगर ऐसा है कि जो पीढ़ियों से मसीह में है, तो प्यारो, हमारे माते पिता लोग वो क्रूस को उठाकर चलने के बाद भी कितना भी क्लेश, कितना भी संकट, कितना भी निंदा उठाना क्यों ना पड़ा होगा, वो लोग नहीं रुके, वो फिर से वो क्रूस को उठाकर लेके गए। कारण यही है, उनके अंदर एक आत्मिक आनंद, एक आत्मिक आनंद था। ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി അവൻ ഒന്ന് കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആത്മസന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ ആമേൻ കൃപയാ താലി ബജാക്കർ യേശു മസീഹ് को आराधना करो. हालेलुया. Hallelujah. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. Hallelujah. Amen. ശീമോൻ തിരിച്ച് കുറേനയിലേക്ക് മടങ്ങിപ്പോയി. वो शिमोन फिर से अपने गांव कुरेने की तरफ चला गया। ആരെങ്കിലും ശീമോനെ ഓർക്കുന്നുണ്ടോ? क्या कोई भी शिमोन को याद करता है? ഒന്ന് പറഞ്ഞു, ആരെങ്കിലും ശീമോനെ ഓർക്കുന്നുണ്ടോ? कोई भी शिमोन को याद करता है? പിന്നീട് ആരെങ്കിലും ശീമോനെ ഓർത്തോ? क्या उसके बाद किसी ने शिमोन को याद किया क्या? ആന്റി വിശ്വസിക്കുക, എല്ലാവരും ശീമോനെ മറന്നു. आंटी जरा विश्वास करो, सब लोग शिमोन को भूल गए। ആരും ശീമോനെ ആരും ഓർക്കുന്നില്ല. कोई भी शिमोन के बारे में याद नहीं करते, എല്ലാവരും മറന്നു. सब लोग भूल गए। സമയം നമ്മൾ പലതും ഈ മറക്കാൻ കൃപ നൽകുന്നു പറയുമല്ലോ. हम लोग बोलते हैं ना, समय जो है कई बार बातों को भूलने के मदद करता അപ്പൊ है। പലരുടെ മനസ്സിൽ നിന്ന് ശീമോൻ അങ്ങ് മാഞ്ഞു. तो कई लोगों के दिल से शिमोन जो है हट गया। പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, लेकिन मैं आपको बताऊं, ശീമോനെ ലോകം മറന്നു എന്നുള്ളത് ശരിയാ. दुनिया वाले ने तो शिमोन को भूल के, वो सही है। മടങ്ങി നോർത്ത് ആഫ്രിക്കയിലേക്ക് പോയി ശീമോൻ. वो वापस लौटा, वो उत्तर अफ्रीका में चला गया, अपने गांव में കുറേനിലേക്ക് മടങ്ങിപ്പോയി. वो कुरेना में चला गया। പക്ഷേ ലോകം മറന്നു എങ്കിലും ക്രൂശ് ആരുടെയാണോ ചുമന്നത്, ആ യേശുനാഥൻ കുറേനക്കാരനായ ശീമോനെ മറന്നില്ല. लेकिन प्यारो, दुनिया वाले तो शिमोन को भूल गए, लेकिन वो शिमोन जिसका क्रूस उठाया, वो मसीह ने शिमोन को नहीं भूला। എന്നെ കേൾക്കുന്ന ക്രൂശ് ചുമക്കുന്ന സ്നേഹിത, സഹോദര, അവൻ ദൈവവൃത്തനെ, അവൻ അഭിഷക്തനെ, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ലോകം മറക്കുമായിരിക്കാം, പക്ഷെ ക്രൂശ് ചുവന്ന അവൻ ശീമോനെ എന്റെ കർത്താവ് മറന്നില്ല. मुझे सुनने वाले प्यारे भाई, प्यारे बहन, परमेश्वर के दास, मुझे सुनने वाले सारे जवान, छोटे से बड़े, क्या अगर आप क्रूस उठा के चलते हैं तो ध्यान रखो, दुनिया वाले भूल सकते हैं, लेकिन जिसका क्रूस आपने उठाया है, वो मसीह आपको नहीं भूलेगा। അതും എങ്ങനെ ചുമന്ന? നിർബന്ധത്താൽ ചുമന്നല്ല വായിച്ചേ. किस प्रकार वो उठाया? जबरदस्ती करके उसको
पकड़वाया दिया गया था। ഹാലലൂയ. हालेलुया। രാജുവായി നിർബന്ധത്താൽ ക്രൂശ് ചുമന്നവനെ സ്വർഗം ഓർത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ യേശുവിന്റെ പിന്നാലെ ക്രൂശുമായി നടക്കുന്ന വാത്സല്യ ഭവനമേ, നിങ്ങളെ സ്വർഗം ആദരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച കരങ്ങളെ ഉയർത്തി അഭിമാനത്തോടെ സ്വത്രം പറ. हालेलुया। मुझे सुनने वाले प्यारे भाई, प्यारे बहन, आप लोग को जो मैं बता रही हूँ, वो शिमोन जो इसको जबरदस्ती जो है क्रूस को पकड़वाया दिया गया था, लेकिन अब मुझे सुनने वाले आज रात को हम लोग स्वयं अपने हृदय से, अपने इच्छा से अगर क्रूस को उठाया है, तो परमेश्वर शिमोन को याद करने से बढ़कर कितना हमें याद करेगा। ഞാനൊരു വാക്ക്, ആമേൻ, പരിശുദ്ധാത്മാവ് ഈ ഒരു ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കൊരു വാക്ക് നൽകുവാനിടയായി. ये एक शब्द जो पवित्र आत्मा ने मुझे दिया, ये भाग को पढ़ते समय वो शब्द को देना चाहता हूं। നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒന്ന് എഴുതി വെക്കാം. वो आप कहीं भी लिख सकते हैं। ആ വാചകം ഇങ്ങനെയാണ്: वो वचन इस प्रकार है, The cross of curse वो है वो श्राप का क्रूस, turned to be the cross of care. वो क्रूस जो श्राप का क्रूस था, वो संभालने का क्रूस बन गया। ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. मैं एक और बार बोलूं, ശാപത്തിന്റെ ക്രൂശ് श्राप का क्रूस സംരക്ഷണത്തിന്റെ ക്രൂശായി മാറി. वो ही क्रूस संभालने का क्रूस बन गया। എന്താ പുറകെ നടന്നവരെന്താ ക്രൂശ് ചുമക്കാഞ്ഞേ? पीछे चलने वाले ने क्यों क्रूस नहीं उठाया? എന്താ ചുമക്കാഞ്ഞേ? क्यों नहीं उठाया वो क्रूस को? അവര് ശാപമാണെന്നും അപമാനമാണെന്നും നിന്ദയാണെന്നൊക്കെ പറഞ്ഞ ചുമക്കാഞ്ഞേ? वो लोगों ने तो कहा कि निंदा है, श्राप है, बोल तो उन्होंने नहीं उठाया क्रूस को। എന്നാ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, लेकिन मैं अगर आत्मा में आपको बताऊं, the cross of curse turned to be the cross of care. वो जो श्राप का क्रूस था, वो संभालने का क्रूस बन गया। ആമേ, ശാപമാണെന്ന് പറഞ്ഞ ക്രൂശ് ആമേ ഇതാ ശീമോന് സംരക്ഷണത്തിന്റെ ക്രൂശായി മാറി. वो जो क्रूस जो श्राप है कि दुनिया ने कहा, वो ही क्रूस शमोन के लिए संभालने का क्रूस बन गया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആവർത്തിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറ, ഈ കോവിഡിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ ആ വാക്കുകൾ വിശ്വാസത്തോടെ പ്രൊക്ലെയിം ചെയ്യ്. എന്റെ ഭവനത്തിൽ, എന്റെ തലമുറയ്ക്ക് ആമേ ശാപത്തിന്റെ ക്രൂശല്ല, സംരക്ഷണത്തിന്റെ ക്രൂശാണെന്ന് ആത്മാവിൽ വിളിച്ചു പറ. मुझे सुनने वाले प्यारो, इस कोविड के समय में, कोरोना वायरस के बीच में, ये संकट के बीच में, कितना भी क्लेश क्यों ना हो, इसके बीच में आप लोग आपके परिवार के ऊपर, आपके घर के ऊपर आप ये भविष्यवाणी करते घोषणा करो कि मैं जिसको क्रूस को उठाया है, जो क्रूस को मैंने उठाया है, वो श्रापित लोगों ने बोली कि वो मुझे संभालने वाला क्रूस है। ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാണ്. ആമേൻ. അഥവാ ഏതെങ്കിലും ശാപക്കെട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്ക്, ദൈവമക്കളെ കുറിച്ചല്ലേ, ഏതെങ്കിലും ശാപക്കെട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്ക്. ആ ശാപക്കെട്ടുകൾ നീ ക്രൂശ് എടുത്താൽ ഇന്ന് രാത്രിയിൽ ആ കെട്ടുകൾ തകരുകയാണ്, ആ ചങ്ങലകൾ തകർന്നു മാറുകയാണ്. നീ ക്രൂശ് ഇന്ന് രാത്രി ഉയർത്തുമ്പോൾ, നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ, ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണെന്ന് ആത്മാ വിളിച്ചു പറയുന്നു. मुझे सुनने वाले मुझे नहीं पता कि ये सच है क्या नहीं, लेकिन मैं जो आत्मा में कहना चाहता हूँ कि श्रापित है तो जीवन में कोई श्राप की बात है, तो मैं बता दूं, अगर आप वो क्रूस उठाएंगे, वो श्राप टूट जाएगा, वो जंजीरें टूट जाएगी, क्योंकि वो श्राप जो क्रूस आप उठाते हो, वो श्राप का नहीं बल्कि संभालने का क्रूस है। അല്പസമയങ്ങൾ ആ കണ്ണുകളൊക്കെ നടച്ച ആ വാചകത്തെ, ആ വാക്കിനെ ആത്മാവിൽ ഉച്ചരിച്ച യേശുവിന്റെ നാമത്തിൽ അവൻ എല്ലാവരും ആ ഭവന, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ അവൻ എനിക്കറിയാം, അവൻ ഓരോരുത്തരും പല പല പ്രതിസന്ധികളില്ല. ഒരു കുടുംബത്തിന് ചിലപ്പോൾ കോവിഡിന്റെ പ്രതിസന്ധി ആയിരിക്കാം, അവൻ മറ്റൊരു കുടുംബത്തിന് ചിലപ്പോൾ ഫിനാൻസിന്റെ പ്രതിസന്ധി ആയിരിക്കാം, മറ്റൊരു കുടുംബത്തിന് ചിലപ്പോൾ അവൻ തലമുറകളുടെ ഭാവിയുടെ പ്രതിസന്ധി ആയിരിക്കാം. ഒന്നും ഭാരപ്പെടണ്ട, അവൻ യേശുവിന്റെ നാമത്തിൽ ഈ വാക്കുകളെ ഉച്ചരിക്കുക. യേശുവേ, അങ്ങയുടെ ക്രൂശ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണത്തിന്റെ ക്രൂശായി മാറുകയാണ്. വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഇന്ന് രാത്രിയിൽ സ്വർഗത്തിന്റെ അത്ഭുതം
നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കുകയാണ്. Tonight this word is going to be a miracle in your family. യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കുകയാണ്. मुझे सुनने वाले प्यारे, तो क्षण हम लोग आराधना करेंगे, आंखों को बंद कर ताली को बजाते हुए आराधना करें, आपके घर की ओर देखते हुए आप लोग जरा बोलिए, मेरा जो संकट है, आपका संकट आर्थिक परिस्थिति हो सकता है, कोरोना वायरस हो सकता है, आपका काम का जगह हो सकता है, आपका बच्चों का विषय हो सकता है, आपका शादी का विषय हो सकता है, जो भी विषय क्यों ना हो, आपका भविष्य जो भी कुछ भी क्यों ना हो प्यारो, आप लोग आज रात को घोषणा करो, मेरे लिए, मेरे परिवार के लिए, मेरे घर के लिए ये क्रूस जो है संभालने का क्रूस है. घोषणा करो, आराधना करो. हालेलूया, 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 हालेलूया. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ആമേൻ ആമേൻ തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഉദ്ധരിക്കണമേ. വേദനയോടിരിക്കുന്ന ചില കുടുംബാംഗങ്ങളെ പരിശുദ്ധാത്മാവ് ഉദ്ധരിക്കണമേ. ആമേൻ തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വിടുവിക്കണമേ. ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ക്രൂശ് സംരക്ഷണത്തിന്റെ ക്രൂശായി മാറിയത് പോലെ ഇന്ന് രാത്രിയിൽ അവർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ലെറ്റ്സ് ഗോ ഫോർവേഡ്. हम लोग आगे बढ़ेंगे. ആമേൻ. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ जब हम लोग वचन को पढ़ते हैं, റോമക്കാർക്ക് വേണ്ടി, റോമക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട്, അവരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ട് പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ എഴുതപ്പെടുവാനിടയായി. रोमियो देश के लिए, रोमी देश के लिए जो है 2 पुस्तक लिखा गया है. ഏതൊക്കെയാണ് ആ പുസ്തകങ്ങൾ? आप लोग बता सकते हैं वो कौन सा पुस्तक है? നമുക്ക് എല്ലാവർക്കും അറിയാം. हम लोग जानते हैं. ഒന്നാമത്തേത് റോമാലേഖനമാണ്. पहला है रोमियो का पत्र. രണ്ടാമത്തേത് മർക്കോസിന്റെ സുവിശേഷമാണ്. दूसरा है मरकुस रचित सुसमाचार. എല്ലാവരും ഇനി ദയവായി നിങ്ങളുടെ ബൈബിൾ ഒന്ന് തുറന്നേ. सब लोग अपने वचन को खोले, पवित्र शास्त्र को खोलिए. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ദയവായി നോക്കുക. रोमियो का पत्री 16-ന്റെ 13. 16 अध्याय का 13वां पद. ആമേൻ. അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നു. वहां इस प्रकार लिखा है. ആമേൻ. 16:13 ഇതിലൊന്ന് വായിച്ചേ. रूफुस को जो प्रभु में चुना हुआ है और उसकी माता को जो मेरी भी माता है, दोनों को नमस्कार. നോക്കിയേ, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനും എനിക്കും അമ്മയായ അവന്റെ അമ്മയ്ക്കും വന്ദനം ചെയ്യുവീൻ. यहाँ पे लिखा है. ആരാ പറയുന്നേ? പൗലോസ് പറയുകയാണ്. ये कौन कहता है? मरकुस कहता है. എത്രാമത്തെ അധ്യായമാണ്? कौन सा अध्याय है? എത്രാമത്തെ അധ്യായമാണ്? कौन सा अध्याय पढ़ा हमने? 16-ാമത്തെ അധ്യായം. 16वां अध्याय. എന്ന് പറഞ്ഞാൽ ആ പുസ്തകം, ആ ലേഖനം അവസാനിപ്പിക്കുകയാണ്. मतलब वो जो पत्री है उसका अंतिम भाग में आ गया. ഇപ്പം സാധാരണ നമ്മൾ പുസ്തകമാകട്ടെ ലേഖനമാകട്ടെ നമ്മൾ എഴുതി നിർത്തുമ്പോൾ ചിലർക്കൊക്കെ നമ്മൾ നന്ദി പറയാറില്ലേ? हम लोग जब पुस्तक या फिर पत्र कुछ लिखते समय आखिर में पहुंचते समय कई लोगों को धन्यवाद कहते हैं. ചില പ്രധാന വ്യക്തികളെ, ആ ദേശത്തിലെ പ്രധാന വ്യക്തികളെ കുറിച്ച് നമ്മൾ ഒരു വാക്ക് പറയാറില്ലേ? उस राज्य के देश के बड़े लोगों को भी हम लोग याद करते हैं. അപ്പൊ റോമിലുള്ള ദൈവസഭയ്ക്ക് ഈ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അവസാനം ഗ്രീറ്റ് ചെയ്യാണ്. മറക്കാതെ, വിട്ടുപോകാതെ ഗ്രീറ്റ് ചെയ്യാണ്. ആരെയാ? കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസും അവന്റെ അമ്മ എനിക്കും അമ്മ. यारो, ये जब पौलुस जो रोमियो के लिए पत्र लिखते समय आखिरी भाग में जब वो सबको वंदन करता है, उस समय वो भूलता नहीं, भूले बिना वो लिखता है जो हमने पढ़ा, रूपस जो प्रभु में चुना है और उसकी माता जो मेरी भी माता है, उसको वंदन. എന്റെ പ്രിയരെ, ഏകദേശം AD 57-ലാണ് ഈ ലേഖനം എഴുതപ്പെട്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. यारो, ये जो पत्री लिखा गया इस प्रकार जाना जाता है कि वो AD जो है 65वां में लिखा है. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ഒരല്പം വർഷം കഴിഞ്ഞപ്പോൾ കുറേനക്കാരനായ ശീമോന്റെ മോൻ ആരാ ഇന്ന് റോമ പട്ടണത്തിൽ? Glory to God. हालेलुया. प्यारो, ये जो क्या कहते हैं कि जब हम लोग ये वचनों को पढ़ते समय थोड़ा समय के बाद, क्रूस उठाने के बाद, शमौन उसके जीवन में थोड़ा समय के बाद कौन है उसका बेटा? ആമേൻ ആമേൻ. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ആ സമയം ആമേൻ കുറേനക്കാരനായ ശീമോന്റെ മോൻ കർത്താവിൽ പ്രസിദ്ധനാ. प्यारो, पौलुस जब ये पत्र लिखता है उस समय कौन है? ये जो शमौन का बेटा कौन है? वो रोमी राज्य में
परमेश्वर में जाना माना एक व्यक्ति है। ഇനി നോക്കിയേ മർക്കോസിന്റെ സുവിശേഷം നോക്കിക്കേ. जरा मरकस रचित सुसमाचार में आएंगे। 15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. 15वां अध्याय उसका 21वां पद। അവിടെ ഇങ്ങനെ വായിക്കുന്നു, वहां पे इस प्रकार लिखा है, അലക്സാണ്ടറിന്റെയും രൂഫസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോൻ. सिकंदर और रूपस का पिता शमौन एक कुरेनी मनुष्य, एक जो गांव से आ रहा था। ഹല്ലേലൂയ. हालेलुया। നോക്കിയേ മർക്കോസ് സുവിശേഷം എഴുതുക. देखो मरकुस जो है सुसमाचार लिखता है। അപ്പൊ ഞാൻ പറഞ്ഞില്ല, പ്രധാനമായി ഉദ്ദേശിക്കുന്നത് റോമിലുള്ളവർക്ക് വേണ്ടിയാണ്. तो ध्यान से पढ़ने में बोला कि ये जो मरकुस है, जो सुसमाचार है, प्रत्येक तौर से रोमियों के लिए लिखते हैं। അപ്പൊ അവർക്ക് വേണ്ടി ഇത് എഴുതുമ്പോൾ, ഇത് എഴുതുന്ന സമയത്ത്, ഈ സുവിശേഷം എഴുതുന്ന സമയത്ത്, ദയവായി ഇവിടെ നോക്കിക്കേ, ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് ആമേൻ ആമേൻ മർക്കോസിന് എഴുതാൻ എളുപ്പം എങ്ങനെയാണെന്ന് അറിയാമോ? प्यारो, जब हम देखते हैं मरकस जब ये रोमियो के लिए लिखते समय, ये जो मरकस पत्र ये सुसमाचार लिखते लिखते रोमियो के लिए लिखते वो कुछ देखता है वहां पे। ആമേൻ. മർക്കോസ് പറയാണ്, मरकस कहता है നമ്മുടെ ഇടയിൽ പ്രസിദ്ധരായ ആമേൻ അലക്സാണ്ടർ രൂഫസ് ഉണ്ടല്ലോ, അവരുടെ അപ്പനായ കുറേനക്കാരനായ ശീമ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ആമേൻ ഈ സുവിശേഷം, ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ആമേൻ മർക്കോസിന് എഴുതാൻ എളുപ്പം എന്ന് പറയുന്നത് കുറേനക്കാരനായ ശീമോൻ എന്നല്ല, നമ്മുടെ ഇടയിൽ പ്രസിദ്ധരായ अलेक्जेंडर रूफस ने अपनाना ईशिमोन। मुझे सुनने वाले प्यारे, जब मरकस इस सुसमाचार लिखते समय वो जब यहाँ पे लिखा गया सिकंदर और रूफस के बारे में लिखा गया है, तभी यहाँ पे वो केवल इस प्रकार नहीं लिखता कि कुरेनिया का शमौन करके, बल्कि उसको ये लगा कि रोमियो को और अच्छे से समझाने के लिए उस रोमी देश में जो प्रसिद्ध है, जो जाना माना, उनके बेटे के नाम लेते हैं, उनके पिता के बारे में कहते हैं। എന്റെ പ്രിയമുള്ളവരെ, കുറേനക്കാരനായ ശീമോന്റെ മക്കൾ എങ്ങനെയാ കർത്താവിൽ പ്രസിദ്ധരായത്? मुझे सुनने वाले प्यारे, कुरेना शमौन किस प्रकार उसके बच्चे लोग इतना प्रसिद्ध हो गए? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, आप लोग जरा बताइए। ഞാൻ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം തരിക. मैं आपको समय देता हूँ, आप लोग कह सकते हैं। എങ്ങനെയാണ് കുറേനക്കാരനായ ശീമോന്റെ മക്കൾ റോമ പട്ടണത്തിൽ പ്രസിദ്ധരായത്? किस प्रकार वो कुरेना शिमोन जो है, किस प्रकार उसके संतान रोमी राज्य में प्रसिद्ध हो गए? അവിടെ നല്ല കോളേജ് ഉണ്ടായിരുന്നോ? क्या वहाँ पे अच्छा कॉलेज था? കുറേനയിൽ നല്ല കോളേജ് ഉണ്ടായിരുന്നോ? क्या वहाँ पे अच्छा कॉलेज था? അവിടെ നല്ല പഠനം കിട്ടിയോ? वहाँ पे क्या अच्छा पढ़ाई मिला? അതോ ഏതെങ്കിലും വിധത്തിൽ ഒരു ബിസിനസ് ഉണ്ടാക്കി ആമേൻ അത് പച്ച പിടിച്ച് വളർന്നു വന്നു കയറി വന്നതാണോ? तो क्या फिर उनको अच्छा बिजनेस कुछ करते हुए वो अच्छा बिजनेस आगे बढ़ने लगा, उसके लिए वो लोग आए? അല്ല പ്രിയമുള്ളവരെ, नहीं मेरे प्यारो, അതല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് വ്യക്തമായി വചനം പറയുന്നത്. ഇവർ രണ്ടുപേരും ഇവരുടെ അപ്പനാരെന്നറിയാമോ? കുറേനക്കാരനെ ശീമോനാണെന്ന് പറയുന്നത്. അർത്ഥം ക്രൂശ് ചുമന്നതിന്റെ അനന്തര ഫലമാണ് ദൈവം അവരെ ആദരിച്ചത്. मुझे सुनने वाले प्यारो, हम जब देखते हैं कि ये जो बात बताते शिमोन के बारे में, वो लोग केवल शिमोन करके नहीं कहते, कुरेना का शिमोन करके नहीं कहते, वो ऐसे ही कुछ आए नहीं, बल्कि रोमी राज्य में वहां पे लिखा गया है कि सिकंदर और रूपस का पिता शिमोन, मतलब वो शिमोन का संतान, शिमोन के लोग जो जाने जाते हैं, वो बच्चा संतान की वजह से शिमोन का पिता जाना जाता है। എന്റെ ചോദ്യം, യേശു ക്രൂശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ കരഞ്ഞുകൊണ്ട് യേശുവിന്റെ പിന്നാലെ വന്നവരെ കുറിച്ച് യേശു പറഞ്ഞത്, നിങ്ങളെ മക്കളെ ഓർത്ത് കരയുക. എങ്ങനെ കരയണം? നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. പക്ഷെ ക്രൂശ് ചുമന്നുകൊണ്ട് പോയ കുറേനക്കാരനായ ശീമോന്റെ മക്കളെ ഓർത്ത് കുറേനക്കാരനായ ശീമോൻ കരയുകയല്ല, ലോകം മുഴുവൻ അവരറിയപ്പെടുന്നു. ഇന്ന് രാത്രിയിലും അവൻ ക്രൂശ് ചുമന്ന കുറേനക്കാരന്റെ മക്കൾ प्रसंगिकപ്പെടുന്നു. जब लोग यीशु मसीह के पीछे आते थे, तभी यीशु ने कहा, तुम लोग तुम्हारे बच्चों के बारे में सोच कर रोना है, बल्कि यहाँ पे क्या होता है, जो व्यक्ति ने क्रूस उठाया उसको कभी अपने बच्चों के लिए रोना नहीं पड़ा, क्योंकि क्रूस ने, यीशु मसीह ने खुद उनके बच्चे के विषय को ले लिया। നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, जरा अपने छाती में हाथ रख कहिए, ഇന്ന് കണ്ണിന് മുമ്പിലുള്ളത് പരാജയമാണെങ്കിലും, आज जो आपके सामने वो पराजय है, तो ഇന്ന് കണ്ണിന് മുമ്പിലുള്ളത് വേദനയാണെങ്കിലും, आज जो आपके सामने जो वेदनाएं है, तो ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൂതായി വിളിച്ചു പറയുകയാണ്. आत्मा आज रात को आपको ये भविष्यवाणी कहता है। ഹല്ലേലൂയ, हालेलुया। യേശുവിന്റെ പിറകെ കരഞ്ഞുകൊണ്ട് വന്നവരെ കുറിച്ച് യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം. പക്ഷേ അവൻ യേശുവിന്റെ ക്രൂശ് ചുമന്ന
കുറേനക്കാരന്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുന്നു, അവൻ നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ മാനിക്കും കർത്താവ്. അത് ഔദാര്യമല്ല, അത് കർത്താവിന്റെ വിശ്വസ്തതയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഗ്ലോറി. मुझे सुनने वाले प्यारो, जो लोग मसीह के पीछे रोते रोते आए, मसीह ने उनको देख के बोला मेरे लिए मत रो, आपके बच्चों के लिए रो। लेकिन प्यारो यहाँ पे क्या समझ में आता है, जो व्यक्ति ने क्रूस उठाया उसको रोना नहीं पड़ा अपने बच्चों के लिए, क्योंकि वो जो है मसीह का क्रूस उसने उठाया था, उसका बच्चे का देखभाल मसीह करेगा, वो क्रूस वो देखभाल करेगा करके। मुझे सुनने वाले ऐसे जो आप लोगों ने मसीह का क्रूस उठाया है, तो आपका संतान का, आपका परिवार का देखभाल कौन करेगा? ഇന്ന് രാത്രി ക്രൂശിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്നൊക്കെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? आज रात को कितने लोग विश्वास करते हैं कि क्रूस के ये वचन के ऊपर सामर्थ है? അല്ല, ഞാനിവിടെ പറയുന്നത് കൊണ്ടും നിങ്ങളവിടെ കേൾക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് വരത്തില്ല. मैं यहाँ पे बोलता हूँ, आप लोग सुनते हो, इस कारण विश्वास होगा नहीं है। ആമേൻ. ആദ്യം വിശ്വസിക്കേണ്ടത് ക്രൂശിന് ശക്തി ഉണ്ടെന്ന്. पहले ये विश्वास करना है कि क्रूस में सामर्थ है। അല്ല, നിങ്ങളുടെ പ്രതിസന്ധി കണ്ടിട്ട് നിങ്ങൾ പറയാണ് നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യാണ്, അല്ല നടക്കും. കാരണം ഞാൻ ഉയർത്തുന്നത് യേശുവിന്റെ ക്രൂശാണ്. आमीन। देखो, आप लोग सिर्फ केवल सुनने से नहीं होगा, लेकिन जब आप लोग घोषणा करते हैं कि जिसकी आराधना, जिसके पीछे में वो यीशु मसीह का क्रूस मैंने उठाया है, ഞാൻ കഴുത്തിൽ ലോക്കറ്റിട്ട് നടക്കുന്ന കാര്യമല്ല പറയുന്നത്. പിന്നെയോ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അനുഭവം ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആദരിക്കും. because there is power in the cross of Jesus. मैं जो गले में टांगा हुआ क्रूस के बारे में नहीं कहता हूँ, बल्कि मैं इस बारे में कह रहा हूँ प्यारो, अगर आपके जीवन में, आपके मन में वो क्रूस के विषय में अपने अनुभव किया है, तो आपके जीवन में जो भी निराशाजनक बात है, वेदनाजनक बात है, और वो क्रूस के नाम पे वो वचन सुनते वो बदल रहा है। പൗലോസ് പറയുകയാണ്, पौलुस कहता है ക്രൂശിന്റെ വചനം क्रूस का वचन നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, वो जो नाश में जा रहे हैं उनके लिए मूर्ख था, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ശക്തിയാണ്. लेकिन उद्धार करते लोगों के लिए वो सामर्थ എല്ലാ है। കണ്ണുകളും അടച്ച ആ ഒരു വേഴ്സിനെ ഹൃദയത്തിൽ ഒന്ന് ജാഗരിച്ച് सब लोग अपने आंखों को बंद करते हुए वचन को जरा ग्रहण എന്റെ മുമ്പിൽ कीजिए। ഒരു 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ദയവായി എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് मेरे आगे और 2-3 मिनट है, तो आप लोग सब लोग आंखों को बंद कीजिए। ആമേൻ. വചനം നമ്മൾ കേട്ടല്ലോ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. वचन तो हमने सुन लिया, विश्वास के साथ जरा प्रार्थना ഇത്ര कीजिए। നേരം കേട്ട സന്ദേശം വൃഥാവാ നിങ്ങൾ ഈ വാക്ക് വിശ്വസിച്ചില്ലെങ്കിൽ. प्यारो, अभी तक जो आपने सुना वो वचन व्यर्थ है अगर आपने इस पर विश्वास नहीं किया। ക്രൂശിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ ഈ 1 മണിക്കൂറിലെ സന്ദേശം വൃഥാവാ. प्यारो, क्रूस के वचन के ऊपर सामर्थ्य है करके विश्वास नहीं किया, तो ये पीछे 1 घंटे आपने क्या सुना वो व्यर्थ है। ഇന്ന് രാത്രി മറ്റൊന്നും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിയില്ലെങ്കിലും, आज रात को और कुछ भी आपके जीवन में नहीं गया तो भी, ഇന്ന് രാത്രി നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ക്രൂശിന്റെ വചനം ശക്തിയുള്ളതാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചേ. हृदय के अंदर से विश्वास करें, जो वचन आप लोग उठाते हो वो उसमें सामर्थ्य है करके। നമ്മൾ വിശ്വസിക്കുന്ന യേശുവിന് ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചേ. हम लोग जो मसीह के विश्वास करते हैं, उस मसीह के ऊपर सामर्थ्य करके विश्वास कीजिए। കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു पिता ഗോഡ്. परमेश्वर, हम लोग एक साथ मिलकर प्रार्थना करते हैं। ആമേൻ. വാപ്പിയിലുള്ള ന്യൂ ഇന്ത്യ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. वापी के न्यू इंडिया सभा कलीसिया के लिए धन्यवाद करते ആമേൻ. हैं। കർത്താവിൽ ബഹുമാന്യനായ പ്രിയ ബാബുബ്രഹ്മ പാസ്റ്ററിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. परमेश्वर में आदरणीय बाबू ब्रह्म पास्टर के लिए, परिवार के लिए प्रार्थना करते हैं। കർത്താവെ, വിലപ്പെട്ട ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. उनकी कलीसिया के लिए प्रार्थना करते हैं। ആമേൻ. ഞങ്ങളെ കേൾക്കുന്ന യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. मुझे सुनने वाले जवानों के लिए प्रार्थना करते हैं। കർത്താവെ, സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. जो दूसरे माध्यमों से हमें सुन रहे हैं उनके लिए प्रार्थना करते हैं। ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട വചനം കർത്താവെ തിയറിയായി അവരുടെ അകത്ത് പോകാതെ, കർത്താവെ, അവർക്ക് ഇന്ന് രാത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവുടെ ജീവിതത്തെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर, हम प्रार्थना करते हैं कि आज रात को जो वचन सुना वो केवल शब्दों के द्वारा केवल नहीं, बल्कि उनके जीवन में वो लोग अनुभव करने पाए। ഇന്ന് രാത്രിയിൽ ക്രൂശിന്റെ വചനം അവരെ തൊടട്ടെ, आज रात को क्रूस का वचन को छू ले, സൗഖ്യമാക്കട്ടെ, चंगाई होने पाए, വിടുവിക്കട്ടെ കർത്താവേ. छुटकारा होने पाए। ഹല്ലേലൂയ. हालेलुया। ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, हृदय को दिलासा दे, വേദനകളെ മാറ്റട്ടെ, हर एक दर्द को हटा दे, ഭാരങ്ങളെ മാറ്റട്ടെ, हर एक बोझ को हटा दे।
നിരാശകളെ മാറ്റട്ടെ. हर एक निराशा को मिटा दे. കർത്താവേ ആമേൻ തലമുറകൾ ആദരിക്കപ്പെടട്ടെ. उनके पीढ़ी आदरणीय होने पाए. ആമേൻ ജീവിതത്തിൽ ഒരു ഉന്നമനം പ്രാപിക്കട്ടെ. जीवन में बढ़ोतरी होने पाए. ആത്മികമായി വളരട്ടെ യേശുവിന്റെ നാമത്തിൽ. आत्मिक बढ़ोतरी होने पाए. ആത്മിക പിന്മാറ്റങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതൊക്കെ ഇന്ന് രാത്രിയിൽ ബ്രോക്കൺ ആകട്ടെ. मसीह आत्मिक जीवन में जो पीछे की ओर खींचा जाता है वो निकल जाने पे, टूट जाने पे. ഇന്ന് രാത്രി വചനം കേട്ട ആമേൻ ആമേൻ എല്ലാവരും ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ഒരു ശിഷ്യനായി പുറപ്പെടാൻ തീരുമാനിക്കട്ടെ. आज रात को जिन्होंने वचन सुना वो लोग केवल मसीह के पीछे चलने वाले नहीं बल्कि मसीह का क्रूस उठा के चलने वाले बने. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. पिता पुत्र पवित्र आत्मा के नाम में आशीषित करके प्रार्थना യേശുവിൻ നാമത്തിൽ തന്നെ यीशु ആമേൻ. मसीह के नाम से मांगते हैं. ആമേൻ. आमीन. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.